സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പതിവ് പോലെ നമ്മൾ സൈക്കോളജിയുടെ ഒരു വിഷയത്തിലേക്ക് വരികയാണ്. ഡൈനാമിക്സ്, ചലനാത്മകത എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. പക്ഷേ ഇതിന്റെ എസൻസ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ടൂൾസിനെ ബേസ് ചെയ്തിട്ടുള്ള സെഷൻസ് ആണ്. ഏകദേശം പൂർണ്ണമായിട്ടും ആ സെഷൻസിലൂടെ നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു യാത്ര. ഞാൻ മാത്രമല്ല, പലരും ടി എ ഇഷ്ടമുള്ള പലരും ഇതിനോട് ജോയിൻ ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് മനസ്സ് എന്ന് പറയുന്ന ഒരു തലത്തെക്കുറിച്ചാണ്. എന്തൊക്കെയാണ് മനസ്സ്? അത് സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആ ഒരു തലമാണ് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് എന്ന് നമുക്കറിയാം. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന മൂന്ന് തലങ്ങളിലൂടെയാണ് മനസ്സ് വ്യാപരിക്കുന്നതെന്നും അതിൽ തന്നെ എന്താണ് ഇഡെന്നും സൂപ്പർ ഈഗോ എന്നും ഈഗോ എന്നും, ഇഡിനും സൂപ്പർ ഈഗോയ്ക്കും ഇടയിലുള്ള പ്രായോഗിക വശമാണ് ഈഗോ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഈഗോയെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞതിനേക്കാളും സ്വല്പം കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കി തരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ശാസ്ത്ര തലത്തെക്കുറിച്ചാണ്, സൈക്കോളജിക്കൽ ടൂളിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. പ്രത്യേകിച്ചത് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന ആ തലത്തിൽ നിന്നുകൊണ്ട് നമുക്കതിനെ മനസ്സിലാക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം എന്താണ് ആ പ്രോസസ്സ് എന്ന് ഇതുപോലെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ഏകദേശം ഒരു ധാരണ കഴിഞ്ഞ ആഴ്ചയിൽ കൊണ്ടുവന്നിരുന്നു. എന്താണ് ഇതിൻ്റെ ബേസിക്? അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ചാണ് അന്ന് അപ്പോൾ ചർച്ച ചെയ്തത്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക്കൽ സിദ്ധാന്തത്തിൻ്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് മനസ്സെന്നും മനസ്സിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ടെന്നും എല്ലാം നമ്മൾ ഒരു ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസിൻ്റെ മനസ്സിൻ്റെ തലങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത്. പ്രധാനമായും അതിൻ്റെ അകത്ത് മൂന്ന് തലങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇതുപോലെ മനസ്സിന് ഒരു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പാർട്ട് ഉണ്ടെന്ന് നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ മനഃശാസ്ത്രത്തിന്റെ തലത്തിൽ മനസ്സിലാക്കിയിരുന്നു. ഒരു ഇന്റേണൽ പാർട്ടായിട്ട് തോട്ട്സും ഫീലിങ്സും ഉണ്ടെന്നും എക്സ്റ്റേണൽ പാർട്ട് അതിൻ്റെ ബിഹേവിയർ ഉണ്ടെന്നും, അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ ചേർന്നാണ് മനസ്സെന്നും, നമ്മുടെ മനസ്സിൽ ബേസിക് ആയിട്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അത് ഇന്റേണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആണെങ്കിലും തോട്ടും ഇമോഷൻസും അല്ലെങ്കിൽ ഫീലിങ്സും ബിഹേവിയറും. അപ്പോൾ ഈ മൂന്ന് തലത്തിലാണ് നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിലൂടെ നമ്മുടെ സിസ്റ്റത്തെ മനസ്സിലാക്കിയിരുന്നത്. അപ്പം ഡോക്ടർ എറിക് ബേണിൻ്റെ ആ സിദ്ധാന്തത്തിലൂടെ പേരന്റ്, അഡൽട്ട്, ചൈൽഡ് എന്ന് പറയുന്ന മൂന്ന് ഈഗോ സ്റ്റേറ്റുകൾ ഉണ്ടെന്നും, ഈ മൂന്ന് ഈഗോ സ്റ്റേറ്റുകളിലും ഇന്നർ സൈഡിലുള്ളത് തോട്ട്സും ബിഹേവിയറും അതുപോലെ തന്നെ ഫീലിങ്സുമാണെന്നുമാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ മനസ്സിന് മൂന്ന് വ്യത്യസ്തമായ തലങ്ങളുണ്ട്. ഓരോ വ്യക്തികളുടെയും മനസ്സിന് മൂന്ന് വ്യത്യസ്തമായ തലങ്ങളുണ്ട്. ഒന്ന് അത് തോട്ട്സ് ആണ്, ചിന്തകളാണ്. രണ്ടാമത്തത് നൈസർഗികമായ ചിന്തകൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ അതിന് അനുരൂപമായി വരുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് ആണ്. പിന്നെ അത് കൃത്യമായിട്ട് പ്രകടമായി പുറത്തേക്ക് കാണിക്കുന്ന ബിഹേവിയറിന്റെ തലമാണ്. അപ്പോൾ ഈ മൂന്ന് തലങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ PAC എന്ന് പറയുന്ന ഒരു ഫോം എറിക് ബേണിലൂടെ മനസ്സിലാക്കി. പി എന്ന് പറയുന്നത് ഒരു പേരന്റിന്റെ തലമാണ്, പേരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയും. അഡൽട്ട് എന്ന് പറയുന്നത് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ആണ്, പക്വതയുള്ള ഒരു വ്യക്തിഭാവം എന്ന് പറയാം. ദെൻ ചൈൽഡ് എന്ന് വെച്ചാൽ ചൈൽഡ് ലൈക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള ഈഗോ സ്റ്റേറ്റുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിയിലും പി എന്നും എ എന്നും PAC എന്ന് വിളിക്കുന്ന പേരന്റ്, അഡൽട്ട്, ചൈൽഡ് എന്ന് പറയുന്ന മൂന്ന് തരത്തിലുള്ള വ്യക്തിഭാവങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏതൊരു നിമിഷത്തിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ഓവർ ചെയ്യാം.
പേരന്റിൽ നിന്ന് അഡൽട്ടും അഡൽട്ടിൽ നിന്ന് ചൈൽഡുമായിട്ട് സ്വിച്ച് ഓവർ ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നും മനസ്സിലാക്കി. ഈ മൂന്ന് വ്യക്തിഭാവത്തിലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചിന്തകളും അതിനനുസരിച്ചുണ്ടാകുന്ന ഫീലിങ്സും അതിനോടൊപ്പം ഉണ്ടാകുന്ന എക്സ്റ്റേണൽ തലമായ ബിഹേവിയറുമാണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മൂന്ന് തരത്തിലുള്ള വ്യക്തിഭാവങ്ങളാണ് ഒരു വ്യക്തിയിലുള്ളത് എന്നാണ് എറിക് ബേണിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിനെ ഒന്ന് നിരീക്ഷിച്ചാൽ അറിയാം, നമ്മൾ പേരന്റിന്റെ തലത്തിലും അഡൽട്ടിന്റെ തലത്തിലും ചൈൽഡിന്റെ തലത്തിലും ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം, ഒരു മനസ്സിന്റെ സ്വാഭാവിക തലത്തിലുള്ള വ്യത്യാസം ഓരോ ഇൻപുട്ടുകൾക്കനുസരിച്ച് മാറി വരും. നമ്മൾ 5 ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന ഇൻപുട്ടുകളെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ പേരന്റിന്റെയോ അഡൽട്ടിന്റെയോ ചൈൽഡിന്റെയോ തരത്തിലുള്ള വ്യക്തിഭാവങ്ങളിലേക്ക് മാറും. അതിന് ഈഗോ സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഈഗോ സ്റ്റേറ്റ്, അപ്പൊ നമ്മൾ ത്രിമൂർത്തികളാണ്, നമ്മളിലുള്ള ത്രിമൂർത്തികളാണ് പേരന്റ്, അഡൽട്ട്, ചൈൽഡ്. ഓരോ സമയത്തും നമ്മൾ ഏത് വ്യക്തിഭാവത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് എന്നുള്ളതാണ് നമ്മളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുള്ള ഒരു പേഴ്സണാലിറ്റിയെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അത് ഒരു പേരന്റിന്റെയോ അഡൽട്ടിന്റെയോ ചൈൽഡിന്റെയോ ഒരു പേഴ്സണാലിറ്റിയിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രകടമായ രീതിയിൽ നമുക്ക് മനസ്സിലാകാൻ നമ്മൾ ഏത് വ്യക്തിഭാവത്തിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരുപക്ഷെ ഇത് നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി, നമ്മളോട് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് അനുകൂലപ്പെടുന്ന ഒരു വ്യക്തി ഏത് സ്റ്റേറ്റിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആ വ്യക്തിയെ ക്യാപ്ചർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ആ ഒരു പ്രത്യേകതയാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഈ സാധാരണക്കാരൻ്റെ മനഃശാസ്ത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് വ്യക്തിഭാവത്തിലാണെന്ന്, നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളോട് റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്ന വ്യക്തി ഏത് വ്യക്തിഭാവത്തിലാണെന്നും അറിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ചലനാത്മകതയുടെ എല്ലാ നിയമങ്ങളും നമുക്ക് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. പേരന്റിന്റെ തലത്തിലോ അഡൽട്ടിന്റെ തലത്തിലോ ചൈൽഡിന്റെ തലത്തിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ വിനിമയങ്ങൾ നടത്തുമ്പോൾ അത് കൃത്യമായിട്ട് ഏത് ഈഗോ സ്റ്റേറ്റിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ജീവിതത്തിൽ വിജയപരമായ ഒരു കാൽവയ്പ് നടത്താൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു സിദ്ധാന്തത്തിന്റെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി അളക്കാൻ 3 തരത്തിലുള്ള ഈഗോ സ്റ്റേറ്റുകൾ ഉണ്ടെന്നും ആ ഈഗോ സ്റ്റേറ്റുകളിൽ ഇന്നർ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകളും നമ്മളുടെ വികാരങ്ങളും അതോടൊപ്പം നമ്മുടെ പെരുമാറ്റ രീതികളുമാണെന്നുള്ള ആ ഒരു സിമ്പിൾ സിദ്ധം. അതുകൊണ്ടാണ് സാധാരണക്കാരൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ചിന്തകളും വികാരങ്ങളും പെരുമാറ്റവും ഇല്ലാതെ നമ്മുടെ ഒരു നിമിഷം പോലും ഇല്ല, അല്ലെ? ഓരോ നിമിഷവും നമ്മൾ ഈ 3 കാര്യങ്ങളും നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ പ്രകടമായി നമുക്ക് പുറത്തു കാണുന്ന പലപ്പോഴും ബിഹേവിയർ പാറ്റേൺസ് ആണ്, സ്വഭാവ വിശേഷങ്ങളാണ്. ഈ സ്വഭാവവിശേഷങ്ങൾ ഇല്ലെങ്കിൽ പോലും ചിന്തകളുടെയും ഇമോഷൻസിൻ്റെയും തലങ്ങളെല്ലാം നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കുക, ഇതിനിടയിലുള്ള ഗ്യാപ്പ് കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ഈ വ്യക്തിഭാവ തലത്തെ സ്വല്പം കൂടെ വലിയ ഒരു ക്യാൻവാസിൽ നമുക്കിതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. പേരന്റ് എന്ന് പറയുന്ന തലത്തിന് 2 വ്യക്തിഭാവങ്ങളുണ്ട്, CPയും NPയും. നമ്മുടെ പേരന്റ് എന്ന് പറയുമ്പോൾ തന്നെ മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ തന്നെ അച്ഛനും അമ്മയും ഉണ്ട്, ഇല്ലെങ്കിൽ അച്ഛൻ്റെ റോളും അമ്മയുടെ റോളും അത് അങ്ങോട്ടും ഇങ്ങോട്ട് മിങ്കിൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കുന്നതായി കാണാം. ചിലവർ അച്ഛൻ്റെ പോലെ കർക്കശമായ ഒരു സ്വഭാവമുള്ളവരാണ്, ചിലപ്പോൾ അമ്മയെപ്പോലെ ശാന്തമായിട്ടുള്ള നർച്ചറിങ്, കൂടുതൽ അനുഭാവപൂർവ്വം പെരുമാറുന്ന ഒരു രീതിയാണ്. ഇനി ഇതല്ലെങ്കിൽ തിരിഞ്ഞും വരാം. ചില വീടുകളിലെ അച്ഛൻ വളരെ നർച്ചറിങ് ആയിരിക്കും, അമ്മ സ്വല്പം കൂടെ ക്രിട്ടിക്കലാകാം. അപ്പൊ ഇങ്ങനെയുള്ള സ്വഭാവവിശേഷങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പൊ ആദ്യത്തെ ഈഗോ സ്റ്റേറ്റ് പേരന്റ് ആണെങ്കിൽ പേരന്റിന് തന്നെ 2 തലങ്ങളുണ്ട്, അച്ഛൻ്റെയും അമ്മയും. അതൊരു കുടുംബ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികളാണ് അച്ഛനും അമ്മയും. ഒന്നുകിൽ നമ്മൾ അച്ഛൻ്റെ അമ്മയും റോളാണ്, അല്ലെങ്കിൽ നമുക്ക് അച്ഛനും അമ്മയും ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. എങ്ങനെ പോയാലും ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു പാറ്റേൺ നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ കാണാൻ സാധിക്കും, ഒരു സാധാരണ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ ഈ അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവ വിശേഷങ്ങൾ, ചിന്തകൾ, വികാരതലങ്ങൾ എല്ലാം എങ്ങനെയാണ് നമ്മളിൽ പ്രതിഫലിക്കുന്നത് എന്നുള്ളതാണ് ഈ പേരന്റ് എന്ന് പറയുന്ന ഈഗോ സ്റ്റേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവം. അപ്പൊ എന്തൊക്കെയാണ് ഈ പേരന്റിൽ ഉൾക്കൊള്ളുന്നത്, എങ്ങനെയാണ് ഈ പേരന്റ്
കൃത്യമായിട്ട് നിലനിൽക്കുന്നത് എന്നെല്ലാം നമുക്ക് പേരൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ഒരു ഏറ്റവും സിമ്പിൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള ഒരു മനോഭാവം എന്നാണ് പറയുന്നത്. മുൻവിധികളോടെ തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി. അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അത്. പക്ഷെ അതിൻ്റെ ഗ്രേഡ് എത്രയാണ്? ഒരു ലോവർ ഗ്രേഡിലാണോ, ഹയർ ഗ്രേഡിലാണോ, ഒരു മീഡിയം ഗ്രേഡിലാണോ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചോളം കൂടുതൽ പ്രാധാന്യം. അപ്പോൾ നമുക്ക് നമ്മുടെ അച്ഛനെയും അമ്മയും ഒന്ന് മനസ്സിലോർക്കാം. അച്ഛനും അമ്മയും മനസ്സിലോർക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ്. ഒരുപക്ഷെ അവർ നമ്മുടെ കൂടെ ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഏറ്റവും അവരെ സംബന്ധിച്ചോളം ഏറ്റവും നല്ല വിശിഷ്ടമായ തലങ്ങളിൽ അവർ ഉണ്ടെന്ന് സങ്കല്പിക്കാം. അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് അവരുടെ ആ സ്വഭാവവിശേഷങ്ങളെ നമ്മളുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവവിശേഷങ്ങൾ ഇത് നമ്മൾ അനലൈസ് ചെയ്യുന്ന രീതി ഇതാണ്. നമ്മളിൽ അച്ഛനും അമ്മയും നൽകിയിട്ടുള്ള എന്തൊക്കെ ചിന്തകളുണ്ട്, വൈകാരിക തലങ്ങളുണ്ട്, പെരുമാറ്റ രീതികളുണ്ട്. അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ കെയർ ഗിവേഴ്സ്, ഒരുപക്ഷെ ചില സമയത്ത് ഗ്രാൻഡ് പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അച്ഛനും അമ്മയും അല്ലാത്ത മറ്റൊരു വ്യക്തികളായിരിക്കും. നമ്മൾ ആരാണോ വളർത്തിയത്, നമ്മളുടെ ആ കുട്ടിക്കാലത്ത് ഒരു 7 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ വളർന്നു വന്ന ആ സമയത്ത് എങ്ങനെയാണ് ഈ വ്യക്തികൾ, ഈ കെയർ ഗിവേഴ്സ്, പാരന്റൽ ഫിഗേഴ്സ് എങ്ങനെയാണ് നമ്മളോട് പ്രവർത്തിച്ചത്, ആ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ സ്വഭാവവിശേഷങ്ങളാണ് അവരിൽ നിന്ന് നമുക്ക് വന്നത്. പ്രധാനമായിട്ടും ചിന്തകൾ, അവരുടെ രീതിയിലുള്ള ചിന്തകൾ, അവർ ചിന്തിക്കുന്ന അതേ രീതിയിലുള്ള ചിന്തകൾ. ഇതൊന്നും അവർ നമ്മളെ പഠിപ്പിച്ചതാവണമെന്നൊന്നുമില്ല, നമ്മൾ കണ്ടു പഠിച്ചതാണ്. ആ കാലഘട്ടങ്ങളിൽ അവർ ചെയ്യുന്നതും പറയുന്നതും കേൾക്കുന്നതും അവരുടെ ജീവിത രീതികളും പ്രവർത്തനങ്ങളും എല്ലാം കൃത്യമായിട്ട് കുട്ടികൾ അതുപോലെ പകർത്താറുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് അച്ഛൻ്റെയും അമ്മയുടെയും ഏതൊക്കെ രീതിയിലുള്ള സവിശേഷതകളുണ്ടായിരുന്നോ, പ്രത്യേകിച്ച് ചിന്തകളുടെയും വൈകാരിക തലങ്ങളുടെയും പെരുമാറ്റ തലങ്ങളുടെയും സവിശേഷതകളുണ്ട്, അതെല്ലാം നമ്മളിലേക്ക് ചേർന്ന് വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സാധ്യതയാണ് പേരന്റൽ ഫിഗർ അല്ലെങ്കിൽ പേരന്റ് എന്ന് പറയുന്ന തലത്തിൽ നിന്നോ ഈഗോ സ്റ്റേറ്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കാം, നമുക്ക് ചില ഡെപ്തിൽ ചിന്തിക്കണോ, ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അച്ഛൻ്റെ ഒരു 5 നല്ല ക്വാളിറ്റീസ് മനസ്സിലൊന്ന് ഓർക്കുക. 5 വേണ്ട, 2 മതി. നമ്മുടെ അച്ഛൻ്റെ ഒരു നല്ല 2 ക്വാളിറ്റീസ് മനസ്സിലോർക്കുക. അതിന് ആ ക്വാളിറ്റീസിൽ എത്ര ക്വാളിറ്റീസ് നമുക്കുണ്ട് എന്ന് നമ്മൾ നോക്കുക. 5 or 10 ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. സ്വല്പം അനലൈസ് ചെയ്യാം, അച്ഛനെ ഒന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു അവസരമായതുകൊണ്ട് നമ്മളൊരു 5 ക്വാളിറ്റീസ് പറയാൻ പറ്റും, പോസിറ്റീവായിട്ടുള്ള 5 ക്വാളിറ്റീസ് അച്ഛൻ്റെ. എന്നിട്ട് അത് നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യും. അപ്പോൾ എത്രമാത്രം ഹെറിഡിറ്ററിയായി പാരമ്പര്യത്തിൻ്റെ തലത്തിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ജനറ്റിക്കലല്ല, കണ്ടും കേട്ടും മനസ്സിലാക്കി നമ്മൾ സ്വീകരിച്ച ചില മെത്തേഡുകളാണ്. അപ്പോൾ അച്ഛൻ്റെ തലത്തിൽ നമ്മൾക്ക് ചിന്തിക്കുക, പൊതുവേ നമ്മളിങ്ങനെ പറയും, ദേഷ്യമുള്ള അച്ഛൻ്റെ മകൻ എപ്പോഴും ദേഷ്യക്കാരനാകാൻ സാധ്യത കൂടുതലാണ്. പൂർണ്ണമായിട്ടാവണമെന്നില്ല, സാധ്യത കൂടുതലാണ്. കാരണം ഈ മകൻ കണ്ട് മനസ്സിലാക്കിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ദേഷ്യമുള്ള അച്ഛൻ്റെ മുമ്പിൽ ശാന്തമായി നിൽക്കുന്ന അമ്മയും ബാക്കിയുള്ളവരും, അത് അവനെ സംബന്ധിച്ചോളം ഒരു നല്ല മാതൃകയാണ്. അപ്പോൾ സ്വല്പം ദേഷ്യത്തോടെ പെരുമാറിയാൽ, സ്വല്പം ഒച്ച വെച്ചാൽ, സ്വല്പം ജഡ്ജ്മെന്റലായി പെരുമാറിയാൽ പൊതുവെ എന്താകാൻ പറ്റും? അച്ഛനെ പോലെ എല്ലാവരെയും ശാന്തരാക്കി നിർത്താനുള്ള ഒരു സവിശേഷത ഉണ്ടാകും എന്നുള്ള ഒരു തിരിച്ചറിയൽ നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ആൺകുട്ടികൾ പൊതുവെ ദേഷ്യമുള്ളവരായിരിക്കും. പൊതുവെ എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ, ഇരട്ടകളിൽ പോലും വ്യത്യാസമുണ്ട് നമ്മൾ കേട്ടിട്ടില്ല. തീർച്ചയായിട്ടും ഉണ്ടാകാം. ചിലവർ അച്ഛനെ പോലെ തന്നെയാകാം. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കിയാൽ അറിയാം, മദ്യപാനം ശീലമാക്കുന്ന ഒരു അച്ഛൻ്റെ മക്കൾ, ഒരു മകൻ ചിലപ്പം മദ്യപാനത്തിലൂടെ ഞാൻ ഈ പറഞ്ഞ അതേ രീതിയിലുള്ള ഒരു പാറ്റേൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും നിലയ്ക്ക് നിർത്തി മുന്നോട്ട് പോകാമെന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുന്നവരുണ്ട്. ചിലവർ ഇത് വളരെ മോശമായ ഒരു ശീലമാണെന്ന് മനസ്സിലാക്കി നേരെ റിവേഴ്സായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ 2 രീതിയിലും അനുകൂലിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് ഏതാണേലും ഇങ്ങനെയുള്ള പാറ്റേണുകൾ നമ്മുടെ മനസ്സിലേക്ക് വരാം, അറിഞ്ഞല്ല. ഇനി അച്ഛൻ്റെ നല്ല ക്വാളിറ്റീസ് നോക്കുക. അച്ഛൻ്റെ നല്ല ക്വാളിറ്റീസ് നോക്കിയാൽ പലപ്പോഴും ഇങ്ങനെയുള്ള നല്ല ക്വാളിറ്റീസ് ഒന്നും നമുക്ക് ഉണ്ടാകണമെന്നില്ല. നല്ല ക്ഷമാശീലവും നല്ല അച്ചടക്കവും നല്ല ഉത്തരവാദിത്തശീലവും നല്ല പക്വതയുമുള്ള അച്ഛൻ്റെ മക്കൾ ചിലപ്പോൾ അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. അച്ഛനെ കണ്ടുപഠിക്കുന്ന പലപ്പോഴും നമ്മൾ പറയും, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനെ പോലെ അല്ല ഇവൻ എന്ന് പറയും.
അപ്പോൾ ഇതെല്ലാം ഈ പാരന്റൽ ഫിഗറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ശീലങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ബിഹേവിയർ മാത്രമല്ല, ചിന്തകളുടെ സ്വാധീനമുണ്ട്, വൈകാരിക തലങ്ങളുടെ സ്വാധീനമുണ്ട്, അതോടൊപ്പം പെരുമാറ്റ രീതികളുടെ സ്വാധീനമുണ്ട്. അപ്പം ഇതെല്ലാം അതുപടി നമ്മൾ പകർത്താറുണ്ട്. പിന്നെ അമ്മയുടെ തലത്തിലേക്ക് നോക്കുമ്പോൾ അമ്മയുടെ ഏറ്റവും നല്ല 5 ക്വാളിറ്റീസ് നോക്കുക, ഏറ്റവും മോശം 5 ക്വാളിറ്റീസ് നോക്കുക. ഈ 5 ക്വാളിറ്റീസ്, നല്ല 5 ക്വാളിറ്റീസ്, ഏതൊക്കെ 5 ക്വാളിറ്റീസ് ആണ് നമ്മളിൽ ഉള്ളത് എന്ന് നമ്മൾ നോക്കുക. അമ്മയുടെ ശാന്തത, കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലുള്ള കൃത്യത, കൃത്യമായിട്ടുള്ള അച്ചടക്കം, ഇതെല്ലാം ഒത്തിരി നല്ല ക്വാളിറ്റീസ് ഉണ്ടാകാം. എത്ര ക്വാളിറ്റീസ് നമുക്കുണ്ട്? എന്തുകൊണ്ട് ഈ നല്ല ക്വാളിറ്റീസ് ഒന്നും നമ്മളിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നില്ല? അതേസമയം നെഗറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ് നോക്കുമ്പോൾ ആ നെഗറ്റീവ് ക്വാളിറ്റീസിലെ കുറേ ക്വാളിറ്റീസ് ഒക്കെ നമ്മളോട് കൂടെ കാണും. അപ്പം അമ്മയ്ക്ക് സ്വല്പം ഇമോഷണൽ തലത്തിലുള്ള ഒരു അമ്മയാണെങ്കിൽ, പൊതുവെ സ്ത്രീകൾ അങ്ങനെയാണല്ലോ, കൂടുതൽ ഇമോഷണൽ ആയിരിക്കും. ഇപ്പോഴത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ പേരന്റ്, അച്ഛന് സ്വല്പം ക്രിട്ടിക്കലായി ഒരു കർക്കശക്കാരനായ, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ജഡ്ജ്മെന്റലായ ഒരു അച്ഛനാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ ഒരു പടി താഴ്ന്നായിരിക്കും നിൽക്കുന്നത്. അപ്പൊ സ്വല്പം ഇമോഷണൽ ആകാനുള്ള സാധ്യതയുണ്ട്. എല്ലാം ഒതുക്കി, ഇന്നത്തെ കാലമൊക്കെ മാറി, ഇന്നൊക്കെ സ്വല്പം കൂടെ ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പോലും യഥാർത്ഥത്തിലുള്ള വൈകാരിക തലം പ്രകടിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ജനറേഷൻ ഇപ്പോഴുള്ളത്. ദേഷ്യമാണെങ്കിൽ ദേഷ്യം, കരച്ചിലാണെങ്കിൽ കരച്ചിൽ, അല്ലെങ്കിൽ സന്തോഷമാണെങ്കിൽ ഇത് കൃത്യമായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല പലപ്പോഴും. ഫോൾസ് ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന ഒരു കാലമുണ്ട്, ഒരു ജനറേഷനുണ്ട്. ഇന്നുമുണ്ട്, അന്നുമുണ്ട്. അപ്പൊ അന്ന് സങ്കടം തോന്നിയാൽ സങ്കടം തന്നെ ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ കേട്ടില്ലേ, ആൺകുട്ടികളോട് പറയും നിങ്ങൾ കരയരുത്. നിങ്ങൾ കരയരുത് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു റൂൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ ആൺകുട്ടികൾ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും അപമാനമാണെങ്കിലും കരയാതെ പകരം ഒരു ഫോൾസ് ബിഹേവിയർ കാണിക്കാറുണ്ട്. എന്തായിരിക്കും ബിഹേവിയർ? ആർക്കെങ്കിലും പറയാമോ? കരയേണ്ട സമയത്ത് കരയാതെ, കരയേണ്ട സന്ദർഭങ്ങളിൽ പോലും കരയാതെ ഒരു ഫോൾസ് ബിഹേവിയർ കാണിക്കാറുണ്ട്. ആൺകുട്ടികളോ അല്ലെങ്കിൽ ആണുങ്ങളോ പ്രായമുള്ളവരൊക്കെ. ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നമ്മളുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മളിൽ തന്നെയുള്ള ആ ശീലങ്ങൾ, നമ്മുടെ ആൺ വ്യക്തികൾ അല്ലെങ്കിൽ സഹോദരങ്ങളോ അച്ഛനോ ആരെങ്കിലും ഒരു സ്വഭാവം ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാമോ? ആൺകുട്ടികൾ കരയരുത് എന്നുള്ളതാണ് കുട്ടിക്കാലം മുതൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പഠനം. അതാണ് ആ പഠനത്തിന് നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ബേസ് ക്യാരക്ടർ നമ്മൾ ഉണ്ടാകാറുണ്ട്. എന്തായിരിക്കും അത്? കോപമാണ്. യെസ്, തീർച്ചയായും അത് തന്നെയാണ്. ദേഷ്യമായിരിക്കും. സങ്കടം വന്നാലും ദേഷ്യം. ഓഫീസിൽ നിന്ന് വൈകുന്നേരം 4 മണിയാകുമ്പോൾ ബോസ് വന്ന് കണ്ടമാനം അങ്ങോട്ട് വഴക്ക് പറയുക, അസാധാരണമായിട്ട് വഴക്ക് പറയുക. തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ബോസിന് വേറെ എന്തോ പ്രശ്നമുണ്ടായി. ആ ബോസ് കിട്ടിയ അവസരത്തിൽ നമ്മളോട് പെരുമാറി. നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത് സാധാരണ? അവിടെ തന്നെ ഓഫീസിൽ നിന്ന് തന്നെ കരഞ്ഞ് എൻ്റെ ബോസ് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് പോരുവാണോ? ഇല്ല. നമ്മൾ ആ ദേഷ്യത്തിന്, പൊതുവെ ആ ദേഷ്യത്തിന് ആ ബസ്സിൽ കയറി വീടിന് മുമ്പിൽ വരുമ്പോൾ നമ്മളിങ്ങനെ പറയും, ആലങ്കാരികമായിട്ട് പറയും, വീട്ടിലെ മുമ്പിൽ ഒരു പട്ടി കിടപ്പുണ്ട്, പട്ടി സ്നേഹത്തോടെ നോക്കിയാൽ പട്ടിക്കിട്ടൊരു തൊഴിയും കൊടുത്ത് വീട്ടിലേക്ക് കയറി വന്ന് വീട്ടിലുള്ളവരുമായിട്ട് ഒരു ഗുസ്തിയും പിടിച്ച്. കാരണം എന്താണ്? ബോസ് ചില പ്രത്യേക കാരണങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രശ്നം കൊണ്ടാണോ എന്തായാലും ബോസ് ദേഷ്യപ്പെട്ടുമ്പോൾ തിരിച്ച് ദേഷ്യപ്പെടാനുള്ള കപ്പാസിറ്റി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അങ്ങനെ ഒരു ശീലമില്ലാത്തതുകൊണ്ട് അത് കൃത്യമായിട്ട് റിസീവ് ചെയ്ത് പിടിച്ച് നേരെ വീട്ടിൽ വന്ന് അതെല്ലാം കൊടുക്കാവുന്നിടത്ത് എല്ലാം കൊടുത്ത് ഒരു ഫോൾസ് ബിഹേവിയർ കാണിക്കുക, അല്ലെങ്കിൽ ഒരു ഇമോഷൻസ് കാണിക്കുക. ഇതാണ് ഒരു നേച്ചർ. അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ ഇടയിലും അങ്ങനെ തന്നെയാണ്. ദേഷ്യപ്പെടേണ്ട സമയത്ത് പലപ്പോഴും കരച്ചിലായിട്ടാണ് അത് മാറുന്നത്. ഒരു ഫോൾസ് ബിഹേവിയറാണ്, അല്ലെങ്കിൽ ഫോൾസ് ഇമോഷനാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ യഥാർത്ഥമുള്ള പ്രശ്നം. ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ആ ബിഹേവിയർ കാണിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ജെനുവിൻ ബിഹേവിയർ കാണിക്കുന്നതിന് പകരം പലപ്പോഴും എന്ത് സംഭവിക്കും? ഒരു ഫോൾസ് ബിഹേവിയർ കാണും. അപ്പൊ തന്നെ ആ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ദേഷ്യപ്പെടുന്നതിന് പകരം കരയുകയും, അല്ലെങ്കിൽ കരയേണ്ടതിന് പകരം ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ഒരു റിവേഴ്സ് ബിഹേവിയർ പലപ്പോഴും ജീവിതത്തിലുണ്ടാകും. അപ്പൊ ഈ ബിഹേവിയർ എല്ലാം നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഈ പറയുന്ന പേരന്റൽ ഫിഗറിൽ നിന്ന് തന്നെയാണ്. സാർ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സാർ, ഇല്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെ പേരന്റൽ ഫിഗറിൽ നിന്ന് കിട്ടുന്ന ഇതിനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു. നമ്മളുടെ പ്രോഗ്രാമിംഗ് തെറ്റായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് നമ്മുടെ പ്രോഗ്രാമിംഗ് തെറ്റായത്, എന്തുകൊണ്ടാണ് തെറ്റായത് എന്ന് നമ്മൾ മനസ്സിലാക്കി. പല പല കാരണങ്ങളുണ്ട് നമ്മുടെ പ്രോഗ്രാം തെറ്റായി പോകാൻ. അതിന്റെ ഒന്നാമത്തെ കാരണം ഇതാണ്,
പേരന്റൽ ഫിഗറിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അവരുടെ പ്രോഗ്രാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. അവരുടെ ദേഷ്യവും അവരുടെ ഇമോഷനും അവരുടെ സ്വഭാവവും അല്ലെങ്കിൽ ആ സ്വഭാവ പെരുമാറ്റ രീതികളും അവരുടെ ചിന്തകളും കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത്. പക്ഷേ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, കാലാതീതമായ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ മാറ്റങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. എപ്പോഴാണ് ഉണ്ടാകുന്നത്? ആർക്കെങ്കിലും പറയാമോ? ഈ പറയുന്ന ഈ ബിഹേവിയർ അല്ലെങ്കിൽ ഈ തോട്ട്, ഈ ഇമോഷൻസ് ഒക്കെ എപ്പോഴാണ് ഉണ്ടാകുന്നത്? സന്തോഷമുള്ളപ്പോഴാണോ? വേറെ ഏതെങ്കിലും ഒരു തലത്തിൽ ആ സമയത്താണ് ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഈ പ്രോഗ്രാംസ് ഒക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. എപ്പോഴാണെന്നറിയോ? നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിലാകുമ്പോൾ പെട്ടെന്ന്, ഇപ്പൊ നമ്മൾ വഴി കൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു കയറ് കാണുന്നു, പാമ്പാണെന്ന് വിചാരിക്കുന്നു. ആ സമയത്ത് നമ്മളുടെ അന്ന് നമുക്ക് കിട്ടിയ, നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള, ഒരുപക്ഷെ നമുക്ക് തന്നെ ആവണമെന്നില്ല, നമ്മുടെ അനിയനോ ചേട്ടനോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകൾ കാണിക്കുന്ന എല്ലാ തരത്തിലുള്ള, ഒരു പട്ടി ഓടി വരുന്നു, പട്ടി ഓടി വരുമ്പോഴേ പെട്ടെന്ന് പട്ടിയെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തൊക്കെ ഫീലിങ്സ് ഉണ്ടാകും, എന്തൊക്കെ രീതിയിൽ പറയാം, പലതരത്തിലുള്ള സൗണ്ടുകൾ കേൾപ്പിക്കാം, ഓടാം, ഇങ്ങനെയുള്ള പല രീതിയിൽ. ഇതെല്ലാം നമുക്ക് കുട്ടിക്കാലത്ത് കിട്ടിയതാണ്. ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ എപ്പോഴൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നോ, ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു, ആ സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ബ്രെയിനിന്റെ അമിഗ്ഡാല എന്ന് പറയുന്ന ഇമോഷൻ സെന്ററിൽ നിന്ന് കൃത്യമായിട്ട് ഇത് പുറത്തേക്ക് വരും. ആ റിയാലിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ആ സമയത്ത് നമ്മളെ രക്ഷിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ ഒരു ഇമോഷൻ സെന്ററാണ് നമ്മൾ അമിഗ്ഡല. അമിഗ്ഡലയിൽ നിന്ന് അപ്പോൾ വേണ്ട ഒരു പ്രോഗ്രാം, അതുപോലെ ഇതുവരെ നമ്മൾ ചെയ്ത് ശീലിച്ച ആ പ്രോഗ്രാം ഓട്ടോമാറ്റിക്കായിട്ട് പ്രസന്റ് ചെയ്യും. അങ്ങനെ പ്രസന്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മളെ സംബന്ധിച്ച ഒരു ഫോൾസ് ബിഹേവിയർ ആയിട്ട് മാറും. തെറ്റായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ ഉടമയായിട്ട് നമ്മൾ മാറും. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ 3 ഘടകങ്ങളാണ്. ഒന്നാമത്തെ ഘടകം നമ്മുടെ ചിന്തകളാണ്. ചിന്തകളിലൂടെ നമ്മുടെ പേഴ്സണാലിറ്റി വരും. ചിന്തകൾ ഇന്റേണൽ പാർട്ടാണ്. നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് പരസ്പരം മറ്റുള്ളവർക്ക് അറിയത്തില്ല. ഓക്കെ. പക്ഷേ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അത് ബോഡി സെൻസേഷൻസിനെ പ്രകടമാക്കി കാണിക്കുന്നതാണ്. അപ്പം പേഴ്സണാലിറ്റി രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ്, അല്ലെങ്കിൽ അതിനെച്ചൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ബോഡി സെൻസേഷൻസ് ആണ്. മൂന്നാമത്തെ തലമാണ് ബിഹേവിയർ. അപ്പൊ ഈ പറയുന്ന ബിഹേവിയർ തലത്തിൽ വരെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളിൽ ഓൾറെഡി ഉള്ള നമ്മുടെ ഈ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡിലോ അല്ലെങ്കിൽ ഈ പറയുന്ന അമിഗ്ഡാലയിലെ ഇമോഷൻ സെന്ററിലോ ഒക്കെ ഉള്ള ഒരു കോപ്പിംഗ് മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം കൃത്യമായിട്ട് ആക്ട് ചെയ്യും. നിമിഷങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചെത്തും. പക്ഷെ ആ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പേഴ്സണാലിറ്റിയുടെ തരം നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ നോക്കൂ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ നമ്മുടെ കെയർ ഗിവേഴ്സോ നമ്മുടെ പേരന്റൽ ഫിഗേഴ്സോ യൂസ് ചെയ്തിരുന്ന കുറേ പ്രോഗ്രാംസ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നു. എങ്ങനെ കിട്ടിയത്? തീർച്ചയായിട്ടും നമ്മൾ തന്നെ അവരിൽ നിന്ന് കോപ്പി ചെയ്തെടുത്ത. സോ ദേ ആർ കോപ്പിങ് മെക്കാനിസംസ് ഫ്രം അവർ പേരൻസ്. അപ്പൊ ഇതിനാണ് നമ്മൾ പേരന്റൽ ഫിഗേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേരന്റ് എന്ന് പറയുന്ന ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഈ പ്രോഗ്രാംസ്, പേരന്റൽ പ്രോഗ്രാംസ് എത്രമാത്രം നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്, നമുക്ക് എത്രമാത്രം മാറ്റാനുണ്ട് ഇനി. അപ്പൊ ഇത് നമ്മളൊന്ന് അനലൈസ് ചെയ്യാം. ഇതാണ് ഈഗോ സ്റ്റേറ്റിന്റെ ആദ്യത്തെ തലം എന്ന് പറയുന്നത്. ഇനി അതിന്റെ രണ്ടാമത്തെ തലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ 3 ഈഗോ സ്റ്റേറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ മനസ്സിന്റെ ത്രിമൂർത്തികളാണ്. ഏതു നിമിഷവും പേരന്റിലോ അഡൽട്ടിലോ ചൈൽഡായോ നമ്മൾ മാറാറുണ്ട്. പേരന്റാണോ അഡൽട്ടാണോ ചൈൽഡാണോ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സേഫാണ്. അത് തന്നെയല്ല, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി, നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന വ്യക്തി ഏത് ഈഗോ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, പേരന്റിലാണോ അഡൽട്ടിലാണോ ചൈൽഡിലാണോ നിൽക്കുന്നതെന്ന് തിരിച്ചറിയാൻ നമ്മളെക്കൊണ്ട് സാധിച്ചാലും നമ്മൾ സേഫാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ആകാറില്ല. പ്രത്യേകിച്ച് പ്രതിസന്ധി സമയങ്ങളിൽ നമ്മളുടെ ഈഗോ സ്റ്റേറ്റ് അവരുടെ ഈഗോ സ്റ്റേറ്റ് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമുക്ക് ആകെ ഉള്ളത് ഒരു സർവൈവൽ മെക്കാനിസം മാത്രമേ ഉള്ളൂ. എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം, എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. അതിന് നമ്മളുടേതായ ഒരു പ്രോഗ്രാം അല്ല യൂസ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ പേരന്റൽ ഫിഗർ യൂസ് ചെയ്തിരുന്ന പ്രോഗ്രാമാണ്, ഇല്ലെങ്കിൽ പേരന്റൽ ഫിഗറിൽ നിന്ന് കണ്ടുപഠിച്ച ചില പ്രോഗ്രാംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനകത്ത് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അവിടെ നമ്മൾ ചില ചേഞ്ചസ്, ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവരും. നമ്മൾ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ഈ പേരന്റിന്റെ ഈഗോ സ്റ്റേറ്റിൽ നിന്ന് നമ്മളിപ്പോൾ
റൺ ചെയ്യുന്ന പ്രോഗ്രാമിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന്, ആ രീതികൾക്ക് മാറ്റമുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തുക. ഇതാണ് നമ്മുടെ മനസ്സിന്റെ ഒന്നാമത്തെ ഭാവതലം എന്ന് പറയുന്നത്. ഇനി ഈ പാരന്റൽ ഫിഗറിന് വേറെയും ചില പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇപ്പോൾ CP, ക്രിട്ടിക്കൽ പാരന്റ് എന്നാണ് പറയുന്നത്. പേരന്റിന്റെ അച്ഛൻ അല്ലെങ്കിൽ മെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള വേർഷനാണ് CP. ക്രിട്ടിക്കൽ പാരന്റ് എന്നോ കൺട്രോളിങ് പാരന്റ് എന്നോ ഒക്കെ പറയാം. വളരെ പ്രാധാന്യമുള്ളൊരു ഫീച്ചറാണിത്. വളരെ പ്രാധാന്യമുള്ള ക്രിട്ടിക്കൽ പാരന്റ്, കൺട്രോളിങ് പാരന്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയും കർക്കശ സ്വഭാവമുള്ള അച്ഛൻ അല്ലെങ്കിൽ ജഡ്ജ്മെന്റലായിട്ടുള്ള ഒരു പേരന്റ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇതൊക്കെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ വളരെയധികം സ്വാധീനിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, നമ്മൾ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകൻ, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ, ഒരു ഡോക്ടർ, ഒരു പ്രീസ്റ്റ്, നമ്മൾ അല്ലെങ്കിൽ നമ്മളൊരു രാഷ്ട്രീയക്കാരൻ, നമ്മൾ ആരാധിക്കുന്ന ഒരു രാഷ്ട്രീയ, ഇവരെല്ലാവരും ഈ CP എന്ന് പറയുന്ന ഫിഗർ ഉള്ളവരാണ്. ക്രിട്ടിക്കൽ പാരന്റിന്റെ ഫിഗർ ഉള്ളവരാണ്. അങ്ങനെയുള്ളവരെ ആളുകൾ അംഗീകരിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരോട് കൂടിച്ചേർന്ന് മാത്രമേ ആളുകൾ, എന്ന് വെച്ചാൽ കൃത്യമായ അണികൾ അവരോട് കൂടെ ചേർന്നു. ഒരാളെ അഡ്മയർ ചെയ്യുന്നതിൻ്റെ ഒരു രഹസ്യം തന്നെ അവരിലുള്ള CP ആണ്. കൺട്രോളിങ് പേരൻ്റാണ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാരന്റ് എന്ന് പറയും. പക്ഷെ അതിനൊരു ഡിഗ്രി ഉണ്ട്. എത്രയൊക്കെ ഡിഗ്രി വരെ അത് പോകാം. നമ്മുടെ അച്ഛൻ നോക്കൂ, എന്തുകൊണ്ട് നമ്മൾ അച്ഛനെ ബഹുമാനിക്കുന്നത്? നമ്മുടെ അധ്യാപകരെ നമ്മൾ ആദരിക്കുന്നത് എന്താണ്? നമ്മുടെ സോഷ്യൽ തലത്തിലുള്ള ഏറ്റവും എമിനൻ്റ് ആയിട്ടുള്ള പേഴ്സണിനെയൊക്കെ നമ്മൾ ആദരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അവരിലുള്ള CP ആണ്. നമ്മൾ ആ കാണാത്ത ആൾക്കാർ തന്നെ നോക്കൂ, നമ്മൾ നേരിട്ട് ബന്ധമില്ലാത്ത, നമ്മുടെ അച്ഛനെ പോലെ നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻസ് നടത്താത്ത, നമുക്ക് ചുറ്റുപാടിൽ നമ്മൾ കാണുന്ന പലതരത്തിലുള്ള പൈനിയർ ഫിഗേഴ്സ് ഉണ്ട്. ഇവരെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നത് അവരുടെ CP എന്ന് പറയുന്ന നേച്ചർ കൊണ്ടാണ്. എല്ലാവരും അംഗീകരിപ്പിക്കുന്ന, എല്ലാവരെയും അണികളെ പോലെ ചേർത്ത് പിടിക്കുന്ന, എല്ലാവരുടെ മുമ്പിലും ഒരു നല്ലോണം പ്രസംഗം നടത്തുന്ന ഒരു വ്യക്തി, മനോഹരമായി സംസാരിക്കുന്ന ഒരു ഒരു ഫിഗറാണ്, പേഴ്സണൽ ഒരു സോഷ്യൽ ഫിഗറാണെന്ന് വിചാരിക്കും. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ പ്രത്യേകതകളെല്ലാം ഒരു CP ഫിഗറുമായിട്ട് കണക്ട് ചെയ്യില്ല. ക്രിട്ടിക്കൽ പേരന്റ് അല്ലെങ്കിൽ കൺട്രോളിങ് പേരന്റ്, നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ, നമ്മളുടെ അച്ഛനല്ലാതെ മറ്റേത് അച്ഛനെയും നമ്മൾ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്, അല്ലേ? എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളുടെ അച്ഛനിൽ ആ ഡിഫറൻസ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണ്? ഒരു ഡിഗ്രി എങ്കിലും കൺട്രോളിങ് പേരന്റ് തലം കൂടി നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ നമ്മൾ നമ്മുടെ അച്ഛനെ ചിലപ്പോൾ സ്വല്പം ഇഷ്ടപ്പെടാതെ വന്നേക്കാം. കാരണം ആ കൺട്രോളിങ് പേരന്റിന്റെ തലം കൂടുതലായതുകൊണ്ട് നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട്, കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ ഒത്തിരിയും അൺകണ്ടീഷനായിട്ട് അത് അംഗീകരിച്ചുകൊണ്ട്, പക്ഷെ പ്രായമായി നമുക്ക് പക്വത എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? അച്ഛൻ മിണ്ടായിരിക്കെ, ഞാനത് പറയട്ടെ എന്ന് നമ്മൾ പറയും. കാരണം അത്രമാത്രമുള്ള ഒരു പവർ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇല്ലാത്ത സമയത്ത്, അതാണ് നമ്മൾ കാണാത്ത, എന്നാൽ ഈ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തുന്ന വ്യക്തികളെല്ലാം, അവരെയൊക്കെ നമുക്ക് ഇഷ്ടമാണെന്ന് തോന്നിയാൽ, അത് പോസിറ്റീവ് നെഗറ്റീവ് ആയിക്കോട്ടെ, അവിടെ എല്ലാം അവർക്കെല്ലാം ഈ CP പവർ ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈഗോ സ്റ്റേറ്റാണ് കൺട്രോളിങ് പാരന്റ്. അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും. അച്ഛനില്ലാത്ത വീട്ടിലെ അമ്മയുടെ പ്രത്യേകത എന്താണ്? അച്ഛനില്ലാത്ത, അച്ഛൻ സ്ഥലത്തില്ലാത്ത വീട്ടിലെ അമ്മയുടെ പ്രത്യേകത എന്താണ്? അമ്മ നാച്ചുറലായിട്ട് ഒരു ക്രിട്ടിക്കൽ പാരന്റായിട്ട് മാറും. അമ്മയായിരിക്കും അവിടുത്തെ ഇൻചാർജ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കൺട്രോളർ അമ്മയായിരിക്കും, ഇല്ലേ? അധ്യാപകരില്ലാത്ത ഒരു ക്ലാസ് മുറി ഒന്ന് ആലോചിച്ച്, അധ്യാപകരുള്ള ക്ലാസ് മുറിയിൽ കുട്ടികൾ എങ്ങനെയായിരിക്കും? അപ്പോൾ ആ CPയുടെ പവറാണത്. ഇപ്പോൾ നമ്മളൊരു ഹെഡ് നേഴ്സ് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു, ഡോക്ടർ, ഹെഡ് നേഴ്സ്, സൂപ്രണ്ട്, അവർക്കൊക്കെ ഈ CP പവർ വളരെ കൂടുതലാണ്. അപ്പോൾ CP ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? CP ഉള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മളായിട്ട് ഇപ്പം നിലനിൽക്കുന്നത്. പക്ഷെ നമ്മുടെ CP മറ്റുള്ളവർക്ക് ഉപദ്രവകരമാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു മിനിമം റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. നമ്മുടെ CP നമുക്ക് മാത്രം ഗുണം കിട്ടിയാൽ പോരാ, അത് മറ്റുള്ളവർക്കും അതേ തരത്തിൽ തന്നെ ഗുണകരമാകണം. നമ്മുടെ CP കൊണ്ട് അനേകർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു തലമുണ്ടാകണം. അപ്പോൾ CPക്ക് ഒരു ഗേഡ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് ലോ, മീഡിയം, ഹൈ, ഈ 3 ലെവലാകാം. CP ലോ ആകാൻ പാടില്ല. പ്രത്യേകിച്ച് കൺട്രോളിങ് ഫിഗേഴ്സിനൊന്നും CP ലോ ആകാൻ പാടില്ല. ഒരു ഓർഗനൈസേഷന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ഇങ്ങനെയൊക്കെ നിൽക്കുന്നവർക്ക് എപ്പോഴും ഒരു കൺട്രോളിങ് പാരന്റിന്റെ തലം വേണം. കാരണം എന്നാൽ മാത്രമേ ആളുകൾ അനുസരിക്കൂ.
ആളുകളെ അനുസരിപ്പിക്കണമെങ്കിൽ സി പി വേണം. അപ്പോൾ സി പി വളരെ നിർബന്ധമാണ്. പക്ഷെ സി പിയുടെ ലെവൽ വളരെ കൂടിപ്പോയാലോ? ഇപ്പോൾ വീട്ടിലേക്ക് മാർക്ക് കുറഞ്ഞു വരുന്ന ഒരു കുട്ടിയെ നോക്കി അച്ഛൻ എന്തൊക്കെ പറയാം? നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് മാർക്ക് തീരെ കുറഞ്ഞു പോയ ഒരു കുട്ടി കടന്നു വരുമ്പോൾ എന്തൊക്കെ തരത്തിൽ ആ അച്ഛന് പറയാം? ഈ സി പിയുടെ 3 ലെവലിലും പറയാം. സി പി ലോ ലെവലാണെങ്കിൽ അച്ഛൻ പറയാം, കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് മേടിക്കാം എന്ന് പറയാം. ഇല്ലേ? എത്ര അച്ഛന്മാർ അങ്ങനെ പറയാറുണ്ട്? വളരെ ചുരുക്കമായിരിക്കും. പക്ഷെ മീഡിയം ലെവലിലാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും നിനക്ക് ഞാൻ ചെയ്തു തന്നതാ, നീ എന്നിട്ടും പഠിച്ചില്ല, മാർക്ക് മേടിച്ചില്ല, നല്ലോണം പഠിക്കാൻ സമയമുണ്ടായിരുന്നു, ആ സമയത്തൊക്കെ നീ ഉഴപ്പി നടന്നു, നീ മൊബൈൽ കഴിച്ചു, ഇങ്ങനെ ചെയ്യും. ഇതൊരു മീഡിയമാണ്. പക്ഷെ അവിടെ നല്ല ജഡ്ജ്മെന്റിലാണ്. ഇതിനേക്കാളും ഹൈ ആയ ചില അച്ഛന്മാരുണ്ട്. ഈ വീട്ടിൽ നീ ഇനി കയറുകയേ വേണ്ട എന്ന് പറയുന്നവരുണ്ട്. നിനക്ക് ഒരു സാധനവും തരത്തില്ല, വളരെ ക്രിട്ടിക്കലായിട്ട് ഇടപെടുന്ന നല്ല അടിക്കുന്ന അച്ഛന്മാരുണ്ട്. അപ്പൊ സി പിയുടെ 3 ലെവലുകളുടെ വ്യത്യാസമാണ്. അപ്പൊ ഇത് ഏത് ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്? തീർച്ചയായിട്ടും പക്വതയായി വരുമ്പോൾ നമ്മളുടെ ഹയർ സി പി ഒക്കെ പോകും. കാരണം ഇതൊന്നും ചെലവാകാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ മുമ്പിലില്ല. ഒരു ലെവൽ, ഒരു പ്രായത്തിന് ഒരു സമയമുണ്ട്. ആ സമയം വരെ നമ്മുടെ സി പി ഒക്കെ ഉയർന്നു നിൽക്കും. അപ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരെ കണ്ടില്ലേ, വളരെ പവർഫുൾ ആയിട്ടുള്ള രാഷ്ട്രീയക്കാർ പ്രായമായ ഒരു പരിധിയിലെത്തി കഴിയുമ്പോൾ അവരുടെ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ആ ഇത് കുറയും. കാരണം ഇത് ചെലവാകാൻ പറ്റുന്ന ഒരു ഒരു സെറ്റ് ഓഫ് ആളുകളും കൂടെ വേണം. അപ്പോൾ സി പി നമ്മൾ നോക്കുക, നമ്മളിലുള്ള സി പി അതെങ്ങനെയാണ്? ലോയലാണോ, ഹൈ ആണോ, മീഡിയം ആണോ? ചില സമയത്ത് ഹൈ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും, ചില സമയത്ത് ലോ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. അവിടെ എങ്ങനെ അത് സാധിക്കും? സ്വല്പം ശ്രദ്ധയോടെ ഇപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് പെരുമാറേണ്ടത് എങ്ങനെ, ഏത് സി പി ഗ്രേഡിലാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഈ 3 തരവും നമുക്ക് ഉപയോഗിക്കാം. ചിലവർ എപ്പോഴും ടോപ്പ് ലെവലിലായിരിക്കും, ചിലവർ വളരെ ലോയിലും, ചില മീഡിയത്തിലും ഒക്കെ ആകും. പക്ഷെ ചില സമയത്ത് മീഡിയത്തിൽ നിന്നും ഹയർ ലെവലിലേക്ക് പോകേണ്ടി വരും. ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പോകാൻ നമുക്ക് സ്വിച്ച് ഓവർ പറ്റുമോ? ഈ സി പി എന്ന് പറയുന്ന കൺട്രോളിംഗ് പാരന്റിന്റെ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്വിച്ച് ഓവർ പറ്റും. ഹൈയും ലോയും മീഡിയവുമായിട്ട് അസാമാന്യ മെയ്വഴക്കത്തോടെ സ്വിച്ച് ഓവർ ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു വ്യക്തിയുടെ സവിശേഷത. അങ്ങനെ പറ്റുമെങ്കിൽ വളരെ സന്തോഷം. എങ്ങനെയാണ് പറ്റുന്നതെന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമ്മുടെ നടുവിലുള്ള പേരന്റിനും ചൈൽഡിനും ഇടയിലുള്ള അഡൽട്ട് എന്ന് പറഞ്ഞൊരു തലമുണ്ട്. വളരെ പക്വതയുള്ള, വളരെ ക്രിയാത്മകമായ, ചിന്താപൂർവമായ, ലോജിക്കൽ മൈൻഡോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാവതലമാണ് അഡൽട്ട്. ആ അഡൽട്ടിന്റെ കൺട്രോളിലാണ് നമ്മൾ സി പി പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വളരെ വൈദഗ്ധ്യത്തോടു കൂടി ഈ കൺട്രോളിംഗ് പാരന്റിനെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഒരു വ്യക്തി ഹൈ കൺട്രോളിംഗ് പാരന്റിൽ നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ എങ്ങനെ ശാന്തമാക്കണമെന്നും നമ്മളുടെ ഈ അഡൾട്ട് കൺട്രോളായ സി പി എക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പൊതുവെ ഇങ്ങനെയാണ്, ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ അതിനൊപ്പം ദേഷ്യപ്പെട്ട് ജയിക്കാനാണ് നമ്മളുടെ ഒരു ത്വര എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അല്ലാതെ തോക്കാൻ വേണ്ടിയല്ലല്ലോ ജീവിക്കുന്നത്. അപ്പോൾ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ട് വന്നാൽ അതിനൊപ്പം ദേഷ്യപ്പെട്ട് കൂടുതൽ ഒച്ചത്തിൽ പറഞ്ഞ് വേണമെങ്കിൽ 2 പാത്രമൊക്കെ പൊട്ടിച്ച്, പാത്രമൊക്കെ എറിഞ്ഞ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ആ സിറ്റുവേഷനെ മറികടക്കാൻ സാധിക്കുമോ അതേപോലെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ഒരു സി പി ഉണ്ടെങ്കിൽ അതിനൊപ്പം ഒപ്പോണൻ്റായിട്ട് നിൽക്കുന്ന ഒരു സി പി ആയിരിക്കും. അങ്ങനെ സി പികൾ തമ്മിൽ ഒരു കോൺഫ്രണ്ടേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പലതും സംഭവിക്കും അവിടെ. അങ്ങനെ നമ്മൾ പല പ്രാവശ്യം നമ്മുടെ മീഡിയയിൽ കൂടെ കാണുന്നുണ്ട്. 2 സി പികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡെത്ത് വരെ സംഭവിക്കാം, എന്ത് സംഭവിക്കാം. അപ്പൊ ഈ സി പി യെ നമുക്കൊരു അഡൽട്ടിന്റെ നേച്ചറിൽ നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഒരു സിമ്പിൾ മാർഗം ഞാൻ പറഞ്ഞത്, സി പി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. ഇനി എൻ പിയിലും ഇതേ വേർഷൻസ് ഉണ്ട്. അഡൽട്ടിന്റെ നർച്ചറിങ് പേരന്റ് എന്ന് പറയുന്ന തലത്തിലും ഉണ്ട്. നർച്ചറിങ് പേരന്റ് പൊതുവെ നമുക്ക് അമ്മമാരെ കുറിച്ചാണ് പറയുന്നത്. ചുരുക്കം ചില അച്ഛന്മാർ നർച്ചറിങ് പാരന്റ് ആണ്, പക്ഷെ അച്ഛന്മാർ നർച്ചറിങ് പാരന്റ് ആയി പോരാ എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, നമ്മൾ ഒരു അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ ഒരു മാതൃകാ കുടുംബമാണ്, അല്ലേ? അച്ഛൻ ദേഷ്യപ്പെടുമ്പോൾ അമ്മ കോംപ്രമൈസ് ചെയ്യും. പക്ഷെ അതേ ട്യൂണിലല്ല. ഇന്ന് നമ്മുടെ കുടുംബത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അച്ഛൻ ദേഷ്യപ്പെടുമ്പോൾ അച്ഛനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല അമ്മ കോംപ്രമൈസ് ചെയ്യും. അപ്പൊ ദേഷ്യപ്പെടുമ്പോൾ അപ്പൊ ഇവിടെയാണ് ആ വ്യത്യാസം വരുന്നത്. അച്ഛൻ ദേഷ്യപ്പെടുന്ന അതേപോലെ തന്നെ അമ്മയും ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങൾ വളരെ ചുരുക്കമാണ്.
പക്ഷെ ഇതൊക്കെ സംഭവിക്കാം കേട്ടോ. ഇതൊക്കെ ഒരു നിമിഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തകിടം പറയാം. കാരണം നമ്മുടെ മനസ്സിലുള്ള ത്രിമൂർത്തികളുടെ ഭാവമാണ് ഈ പേരന്റ്, അഡൽട്ട്, ചൈൽഡ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അകത്തെ പേരന്റിന്റെ രണ്ട് ഭാഗങ്ങളാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, സങ്കീർണത ആലോചിക്കണം. പേരന്റ് ആണോ അഡൽട്ട് ആണോ ചൈൽഡിലാണോ നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് ചിക്കുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് പേരന്റിലേക്ക് പോകുന്നത്. പേരന്റ് ചിലപ്പോൾ അതിൻ്റെ അകത്ത് രണ്ടെണ്ണം ഉണ്ട്. പേരന്റ്, ക്രിട്ടിക്കൽ പേരന്റും നർച്ചറിങ് പേരന്റും. അപ്പൊ ഇതിലേതിൽ വർക്ക് ചെയ്യണം? അപ്പൊ അമ്മമാർ പൊതുവെ നർച്ചറിങ് പേരന്റ് ആയിരിക്കും. പക്ഷെ അവിടെയുമുണ്ട് ഈ ഗ്രേഡ്: ലോ, ഹൈ, മീഡിയം. ലോ ആയിട്ടുള്ള നർച്ചറിങ് ഉണ്ട്, മീഡിയം നർച്ചറിങ് ഉണ്ട്, വെരി ഹൈ നർച്ചറിങ് ഉണ്ട്. പക്ഷെ ഇതും നമ്മുടെ ഈഗോ സ്റ്റേറ്റുകളിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഏരിയ. ക്രിട്ടിക്കൽ പേരന്റിന്റെ ഹൈ ഗ്രേഡ് പോലെ തന്നെയാണ് നർച്ചറിങ് പേരന്റിന്റെ ഹൈ ഗ്രേഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? എല്ലാം ചെയ്തു കൊടുക്കുന്ന അമ്മ, പൊതുവെ അമ്മമാരെല്ലാം ചെയ്തു കൊടുക്കുന്നവരാണ്. പക്ഷെ അതിന്റെ ഗ്രേഡ് എന്താണ്? ലോവർ ഗ്രേഡ് ആണോ ഹയർ ഗ്രേഡ്? എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു അമ്മ വീട്ടിലുണ്ടെങ്കിൽ പൊതുവെ കുട്ടികൾ എങ്ങനെയായിരിക്കും? അവിടെ ഒരു സെൽഫ് എന്ന് പറയുന്നത് തീർച്ചയായും സ്വല്പം അപര്യാപ്തതയിലായിരിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ അമ്മമാരെല്ലാം ചെയ്തു കൊടുക്കുന്നു. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, അവരുടെ തുണി അലക്കുന്നു, അല്ലേ? അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. കുട്ടികൾ സത്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യം പോലുമില്ല, അവർ പഠിക്കട്ടെ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒത്തിരി ഓവറായിട്ട് നർച്ചർ ചെയ്യുന്ന ഒരമ്മ തീർച്ചയായിട്ടും മക്കളെ സംബന്ധിച്ചോളം ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ക്രിട്ടിക്കൽ പേരന്റ് എന്ന് പറയുന്ന പോലെ തന്നെ നർച്ചറിങ് പേരന്റ് ഡിഗ്രിക്കും വളരെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നമ്മുടെ പേരന്റൽ തലത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഈഗോ സ്റ്റേറ്റുകളുടെ ഈഗോ സ്റ്റേറ്റിന്റെ ഇന്നർ സൈഡിൽ നമ്മൾ പറഞ്ഞു ചിന്തകളുണ്ട്. അവരുടെ ചിന്തകളുടെ പാറ്റേൺ എല്ലാം നമുക്ക് കാണാപ്പാടമാണ്. ഈ സിറ്റുവേഷനിൽ അമ്മ എന്താണ് ചെയ്യുന്നത്, ഈ സിറ്റുവേഷൻ അച്ഛൻ എന്താണ് ചെയ്യുന്നത്, നമുക്ക് കാണാപ്പാടമാണ്. നമ്മളുടെ പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും ഈസി ആയിട്ട് അമ്മ ചെയ്ത രീതിയും അച്ഛൻ ചെയ്യുന്ന രീതിയും തന്നെ ചെയ്യാനായിരിക്കും നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അവിടെയൊക്കെ ഫെയിൽ ആകാറുമുണ്ട്, ഫെയിൽ ആയിട്ടുമുണ്ട്. അങ്ങനെ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ പേഴ്സണാലിറ്റിയുടെ തലത്തിനൊരു പ്രോബ്ലം ഉണ്ടാകും. അപ്പം അങ്ങനെ ഫെയിൽ ആകാതിരിക്കണമെങ്കിൽ നമ്മുടെ CP/NPയുടെ ഇപ്പോൾ പോകുന്ന ആ കൺട്രോളിങ് പവർ അത് അഡൾട്ടിന്റെ നിയന്ത്രണത്തിലാക്കി മാറ്റണം. അഡൾട്ട് എന്ന് വെച്ചാൽ വളരെ ശാന്ത സ്വഭാവമുള്ള, കാര്യങ്ങൾ കാര്യഗൗരവത്തോടെ പരിശോധിക്കുന്ന, ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന, കാര്യങ്ങൾ ചിന്തിച്ച് ഉത്തരം പറയുന്ന വ്യക്തിയുടെ ഒരു ഭാവമാണ്. ഒരുപക്ഷെ നമ്മൾ നോക്കൂ, നമ്മളോട് ഒത്തിരിയും ആളുകൾ വന്ന് അഭിപ്രായം ചോദിക്കുകയും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിശകലനങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളൊരു അഡൾട്ട് നേച്ചറുള്ള വ്യക്തിയാണെന്നാണ്. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ ആരോടാണ് പോയി ചോദിക്കുന്നത്? നമ്മൾ നമ്മുടെ അച്ഛനോടാണ് ഇപ്പോഴും ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അച്ഛൻ അഡൾട്ട് നേച്ചറുള്ള വ്യക്തിയാണ്. കാര്യകാരണ സഹിതം കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് എങ്ങനെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാമെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ ഗഹനമായിട്ടുള്ള ഉത്തരം നൽകുന്ന ആളാണ്. ഒരു പക്ഷേ ആ വ്യക്തിക്ക് അറിയാൻ പാടില്ലെങ്കിൽ എനിക്കത് അറിയത്തില്ലെന്ന് പറയാൻ ഒരു മടിയും കാണിക്കാത്ത വ്യക്തിയാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ കുറച്ച് സമയം വേണം അത് അനലൈസ് ചെയ്യണമെങ്കിൽ ഞാൻ നാളെ പറയാം, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇതിനെക്കുറിച്ച് പറയാമെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്ന ആളാണ്. അപ്പോൾ ഒത്തിരിയും പ്രായോഗിക തലത്തിൽ പ്രാക്ടിക്കലായി ചിന്തിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ നേച്ചറാണ് അഡൽട്ട്. ഇപ്പോൾ നമുക്ക് നോക്കി അഡൽട്ടിൻ്റെ ചില പ്രത്യേകതകൾ ശ്രദ്ധിക്കാം. ഒരു സ്പോണ്ടേനിയസ് ആൻസർ ഒന്നും അഡൽട്ടിൽ നിന്ന് കിട്ടണമെന്നില്ല. ഒരു ഡൈനാമിക് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ എപ്പോഴും ഒരു സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ടുള്ള ചിന്തകളുടെ തലത്തിൽ പ്രയോഗിക്കുക. നമ്മൾ പറയാം പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്നൊക്കെ പറയുന്ന പോലെ ബ്രെയിനിന്റെ ചിന്താധാരകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അഡൽട്ട്. അദ്ദേഹം അത്ര ഈസി ആയിട്ട് ഫ്ലെക്സിബിൾ ഒന്നുമല്ല. യെസ് ഓർ നോ കൃത്യമായിട്ട് പറയുന്ന ആളാണ്. നല്ല അസർട്ടീവ് പവറുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ നിയന്ത്രണത്തിൽ നമ്മുടെ CP ഇല്ലാതെ ജീവിക്കാൻ, അഡൽട്ട് കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ CP/NP നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. CP അല്ലെങ്കിൽ NPയുടെ തലം ഇങ്ങനെ മാറി മറിഞ്ഞ് ആ ആ ഭാവങ്ങൾ പ്രകടമായി നമുക്കുണ്ടാകണം. പക്ഷെ അത് അഡൽട്ടിന്റെ നിയന്ത്രണത്തിലാണ്. അഡൽട്ട് നിയന്ത്രണത്തിൽ ഒരു CPയും NPയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ സമൂഹത്തിലും കുടുംബത്തിലുമുള്ള എല്ലാ വ്യാപാരം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ തലങ്ങളും വളരെ പക്വതയോടുകൂടി നമുക്ക്
മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഒരു അടുത്തൊരു തലം കൂടിയുണ്ട്, ചൈൽഡിൻ്റെ തലമാണ്. ചൈൽഡിന് നമ്മൾ ഡിവിഷൻസ് വളരെ കൂടുതലുണ്ട്. ഒരു ഫ്രീ ചൈൽഡ് ഉണ്ട്, ഒരു അഡാപ്റ്റർ ചൈൽഡ് ഉണ്ട്. അഡാപ്റ്റർ ചൈൽഡിന് വീണ്ടും ഡിവിഷൻസ് ഉണ്ട്. അതിനകത്ത് വേറൊരു ഡിവിഷൻ കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു ഡിവിഷൻ നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് അത് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ രണ്ട് ഈഗോ സ്റ്റേറ്റുകൾ, വ്യക്തിഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. 3 വ്യക്തിഭാവമാണ് നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിഭാവത്തിലായിരിക്കും നമ്മൾ പോലും അറിയാതെ നമ്മൾ പ്രവർത്തിക്കുന്നത്. അത് ചിലപ്പോൾ പേരൻ്റ് ആകാം, അഡൽട്ട് ആകാം, ചൈൽഡ് ആകാം. അപ്പോൾ പേരൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പേരൻറ്റിൽ തന്നെ CP എന്നും NP എന്നും 2 ഭാവമുണ്ട്. CP എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ പേരൻ്റ് ആണ്. അതിന് 3 ഗ്രേഡുകളുണ്ടെന്ന് പറയാം: ലോ, ഹൈ, മീഡിയം. ഇതിലേത് ഗ്രേഡിലാണ് നമുക്കുന്നത്? നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ സാധാരണ ജീവിതം മുന്നോട്ട് പോകുമ്പം ഏത് ഗ്രേഡാണെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് ഈ തൊട്ടടുത്ത ഒരു പ്രശ്നം നമ്മളെ സംബന്ധിച്ച് വിഷമിപ്പിച്ച, നമ്മളുടെ പേഴ്സണാലിറ്റിക്ക് ഒരു കോട്ടം പറ്റിയ ഒരൊറ്റ ഇൻസിഡൻറ്റിനെ കുറിച്ച് ഓർത്തിട്ട് അവിടെ നമ്മൾ CPയും NPയും അല്ലെങ്കിൽ നമ്മളുടെ ഈ അഡൽട്ടിൻ്റെ ചിന്തകളും ഇമോഷൻസും നമ്മൾ പ്രകടിപ്പിച്ച സ്വഭാവ രീതികളും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ യഥാർത്ഥത്തിലുള്ള CP NP ഒക്കെ അല്ലെങ്കിൽ പേരൻറ്റിൻ്റെ ആ നേച്ചർ നമുക്ക് കിട്ടും. അല്ലാതെ സന്തോഷമായിരിക്കുന്ന അവസരത്തിൽ നമുക്ക് CP NP ഒക്കെ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു പ്രതിസന്ധി കണ്ടെത്തൽ, അവിടെ കൃത്യമായിട്ട് നമുക്കറിയാം നമ്മുടെ പേരൻസ് ഉപയോഗിച്ചിരുന്ന ഏതൊക്കെ ശീലങ്ങൾ നമ്മൾ ഉപയോഗിച്ചു ആ സമയത്ത്, അല്ലെങ്കിൽ ഏതൊക്കെ ചിന്തകളിലൂടെ നമ്മൾ കടന്നുപോയി, ഏതൊക്കെ വികാര വിചാരങ്ങളിലൂടെ കടന്നുപോയി, അതും അല്ലെങ്കിൽ ഏതൊക്കെ പെരുമാറ്റങ്ങൾക്ക് നമ്മൾ സാക്ഷിയായി. അപ്പോൾ എപ്പോഴും ഈ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ തലം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയ, ഒരു പ്രശ്നമില്ലാത്ത ഒരു സൈക്കോളജി കേൾക്കേണ്ട കാര്യം പോലും അല്ലേ? പക്ഷെ അങ്ങനെ ഒരു മനുഷ്യനില്ലല്ലോ. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചില പ്രശ്നങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ മനസ്സിന് അത്രമാത്രം, ആ മനസ്സ് അത്രമാത്രം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്: ഈ 3 തരം ഈഗോ സ്റ്റേറ്റിൻ്റെ കണ്ടന്റ്, ഇന്നർ സൈഡിലുള്ള ആ എന്തൊക്കെയാണോ ഇവൻറ്റ്സ്, 3 ഇവൻറ്റ്സ് നമ്മൾ പറഞ്ഞാൽ തോട്ടും ഇമോഷൻസും. അപ്പം അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം: തോട്ട്, ഇമോഷൻസ്, ബിഹേവിയർ, ഇത് 3ഉം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു പ്രോസസ് ആണെന്ന് വിചാരിക്കാം. തോട്ടിന് ശേഷം ഇമോഷൻ അല്ലെങ്കിൽ ഫീലിംഗ്, അതിനുശേഷം ബിഹേവിയർ. അപ്പം ചിന്ത വരുമ്പോഴേ വികാരവും, എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ കരച്ചിൽ വരും, ദേഷ്യം വരും. ഒരു വ്യക്തിയുടെ ശബ്ദം കേട്ടാൽ മതി നമുക്ക് ദേഷ്യം വരും. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കണ്ടാൽ മതി നമുക്ക് അങ്ങ് ഇരച്ച് കയറുക, മുഖമൊക്കെ അങ്ങോട്ട് തുടുത്ത് നെറ്റിയൊക്കെ ചുളിഞ്ഞ് ചുമന്ന കളറായി അങ്ങ് മാറുക. ഇല്ലേ, നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഇതേ വരുന്ന ദൂരം വരെ നമ്മൾ കണ്ടു. ദെൻ അതിനോടൊപ്പം ഒരു പക്ഷേ ബിഹേവിയറും വന്നേക്കാം. നോൺ വെർബൽ, വെർബൽ ആയിട്ടുള്ള ഒത്തിരി തരത്തിലുള്ള ബോഡി ലാംഗ്വേജോട് കൂടിയിട്ടുള്ള ഇമോഷൻസ് നമുക്ക് ഉണ്ടാക്കാം. അപ്പം പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിന്നാണ് പുറകോട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളുടെ അഡൽട്ട് ഏത് തലത്തിലായിരുന്നു, നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചോ? ഒരു അഡൽട്ടിൻ്റെ തലത്തിൽ നിന്നിട്ടാണോ നമ്മൾ നിയന്ത്രിച്ചത്, അതോ വെറും ബാലിശ്യമായിട്ട് നമ്മളുടെ ഈ പറഞ്ഞ പോലെ മാതാപിതാക്കൾ മോശമെന്നല്ല പറഞ്ഞാൽ, മാതാപിതാക്കളുടെ നെഗറ്റീവായിട്ടുള്ള ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള ഗുണങ്ങളാണ്. ഇൻഹെറിറ്റഡ് എന്ന് പറയാൻ പറ്റത്തില്ല, കണ്ടും കേട്ടും നമ്മൾ ആർജിച്ചെടുത്ത സ്വഭാവവിശേഷങ്ങളാണ്, ജനറ്റിക്കലൊന്നുമല്ല. നമുക്കറിയാം, മാതാപിതാക്കൾ എന്ന് പറയുന്നത് കുട്ടികൾ പഠിക്കുന്ന ആദ്യത്തെ പാഠപുസ്തകമാണ്. പുസ്തകം വായിച്ചിട്ടൊന്നുമല്ലല്ലോ, നമ്മൾ പറയുന്നത് കേട്ടും നമ്മൾ ചെയ്യുന്നത് കണ്ടും നമ്മുടെ രീതികൾ മനസ്സിലാക്കി അവർ പഠിക്കുന്നത്. അപ്പോൾ ആ പഠനത്തിൻ്റെ തലം പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൃത്യമായ ആഴത്തിൽ വരും. നമ്മൾ അറിയത്തില്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, ഞാൻ പറഞ്ഞില്ലേ, ഇമോഷൻ സെൻറ്ററിലൊക്കെ മെഗ്ഡല എന്നൊക്കെ പറഞ്ഞ ഇമോഷൻ സെൻറ്റർ കൃത്യമായിട്ട് പ്രകടിപ്പിക്കാൻ തക്ക വിധത്തിൽ അവിടെ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് ഒന്ന് തിരിച്ചറിയുന്നത്? അപ്പോൾ ഞാൻ ഒറ്റവാക്കി പറഞ്ഞാൽ, അഡൽട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള, വളരെ പക്വതയോടുകൂടി, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങളെ കാര്യകാരണം, നമ്മൾ ഹിയർ ആൻഡ് നൗ എന്ന് പറയും, മൈൻഡ്ഫുൾ പെർസ്പെക്റ്റീവിൽ ഈ നിമിഷം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പോസിറ്റീവായിട്ട് ചെയ്യണോ, നെഗറ്റീവായിട്ട് ചെയ്യണോ? ഞാൻ ശ്രദ്ധിച്ച് പെരുമാറണോ, അതോ പെട്ടെന്ന് വൈകാരികമായി ഇടപെടാതെ, സ്വഭാവവിശേഷങ്ങളിലൂടെ പോകാതെ, വിപരീത സ്വഭാവങ്ങളിലൂടെ പോകാതെ ചിന്തകളെ ബ്ലോക്ക് ചെയ്യുക, അതിനുശേഷം വികാരങ്ങളുണ്ടെങ്കിൽ അതിനെ ശാന്തമാക്കുക. നമ്മുടെ ബോഡി സെൻസേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം,
നമ്മുടെ ദേഷ്യമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ നെറ്റി ചുളിഞ്ഞിരിക്കുന്നത് അവർക്ക് കണ്ടറിയാം, പക്ഷെ അവർക്കത് മനസ്സിലാകത്തില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ചിലരുടെ മുഖം അല്ലേ, നമുക്കറിയാം ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ ഒരു എത്രമാത്രം പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നു. ചിലരുടെ മുഖം നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് ഓട്ടം ഉണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം സന്ദർഭം മോശമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അനുകൂലമായ വേറൊരു രീതിയിലേക്ക് മാറണം. പക്ഷെ അതിനൊക്കെ നമ്മൾ സമ്മതിക്കാറില്ല. പകരം എന്ത് ചെയ്യും? അതിന് വിപരീതമായ രീതിയിൽ പല രീതിയിലുള്ള സ്വഭാവവിശേഷങ്ങളൂടെ പോകും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള അഡൽട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു CPയും NPയും പേരൻറ്റിൻ്റെ തലമാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, തീർച്ചയായിട്ടും സേഫായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, നമ്മുടെ കുടുംബ തലത്തിലും സാമൂഹിക തലത്തിലും. പക്ഷെ അതത്ര എളുപ്പമല്ല. ഈസി ആയിട്ട് ടൈലർ മെയ്ഡ് പരിഹാരമൊന്നും അല്ലത്. ആദ്യം നമ്മൾ അഡൾട്ടിനെ ഡെവലപ്പ് ചെയ്യണം. അതിനുശേഷം അഡൾട്ടിൻ്റെ നിയന്ത്രണത്തിൽ CP അറിയണം, NP ആണെങ്കിൽ NPയുടെ ഗ്രേഡ് അറിയണം. ഇത് മൂന്നും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. സ്വല്പം ശാന്തത, നമ്മൾ പറയും റിലാക്സേഷൻ, ഒന്ന് റിലാക്സ് ചെയ്യൂ, ശ്വാസത്തെ നിരീക്ഷിക്കൂ. ഒരു ചിന്തകൾക്കിടയിൽ ശ്വാസത്തിനൊരു എന്താ പറയുന്നത്, ഒരു സ്വല്പ സമയം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ പോസ് കൊടുക്കുക. ആ വികാരങ്ങൾക്കിടയിൽ പെരുമാറ്റത്തിലേക്ക് പോകുന്നതിന് മുമ്പും സിൻസിയറായിട്ടുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കുക, സമയത്തിൻ്റെ ഒരു ആനുകൂല്യത്തിനിടയിൽ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നതിന് നമ്മൾ അഡൽട്ട് എന്നാണ് പറയുന്നത്. വ്യക്തമായ സമയക്രമത്തിലൂടെ ചിന്തകളെയും അതുപോലെ തന്നെ പെരുമാറ്റത്തെയും അതിനുള്ള വികാരത്തെയും നിയന്ത്രിക്കാൻ പറ്റുന്നൊരു തലത്തിലേക്ക് മാറുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിഷയം. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ചൈൽഡ് എന്ന് പറയുന്നൊരു തലത്തിൽ കൂടുതൽ ചിന്തിക്കാം. വ്യക്തിഭാവങ്ങൾ എന്ന് പറയുന്നൊരു തലമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം. പുലരൻ സാർ. രസകരമായ ഒരു വിഷയമാണ്. നമുക്ക് നമ്മളെ തന്നെ നോക്കാനുള്ള കുറെ നിർദ്ദേശങ്ങളും സ്വഭാവ രീതികളും അതിനെക്കുറിച്ചാണ് സാർ ഇന്ന് പറഞ്ഞത്. ഒരു വ്യക്തിയിൽ അനുഭവപ്പെടുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: പാരന്റ്, അഡൽട്ട്, ചൈൽഡ്. ഇതില് സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ക്രിട്ടിക്കൽ പാരന്റ്, കൺട്രോളിങ് പാരന്റ്. ഈ പോലീസുകാരില് കാണുന്ന ഒരു സ്വഭാവം, അവരുടെ ഡ്യൂട്ടി ടൈമിൽ എപ്പോഴും കൺട്രോളിങ് ആയിരിക്കും. പട്ടാളക്കാരും അതേ സ്ഥിതി തന്നെയാണ്. അവർ വീട്ടിൽ വന്നാലും 10 ദിവസത്തെ വീട്ടിന് വന്നാലും അവർ വളരെ ക്രിട്ടിക്കലായിരിക്കും. അവരുടെ ഉത്തരവുകൾ പാലിക്കാത്തവൻ കഷ്ടപ്പാടിലാവും. ഞാൻ ഒരാഴ്ചത്തേക്കോ 1 മാസത്തേക്കാണ് വീട്ടിൽ വരുന്നത്. 11 മാസവും അയാളുടെ വർക്ക് പ്ലേസിലാണ്. പക്ഷെ വളരെ പെട്ടെന്ന് അയാൾക്ക് മാറാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നർച്ചറിങ് പാരന്റിലേക്ക് പോയാൽ സാർ പറഞ്ഞു, അമ്മ നർച്ചറിങ് പാരന്റായി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അമ്മയ്ക്കും കൊച്ചിനോട് ചിലപ്പം ഭയങ്കര ദേഷ്യം കാണും, പക്ഷെ അച്ഛൻ ദേഷ്യപ്പെട്ടതിന്റെ കൂടെ ബാക്കി ഡിഗ്രി പൂരിപ്പിക്കാൻ അമ്മ നിൽക്കില്ല. അച്ഛനെ സപ്പോർട്ട് ചെയ്തിട്ടല്ലാതെ സ്വന്തം കരങ്ങളിലേക്ക് മക്കളെ വിളിച്ചു വരുത്തി അതിനെ ഒന്ന് സോഫ്റ്റൻ ചെയ്തിട്ട് അച്ഛൻ്റെ അടുത്ത് ചെന്ന് സോറി പറ, അല്ലെങ്കിൽ അച്ഛനോട് ചെന്ന് എന്തെങ്കിലും പറയും. ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളത് അതാണ്. അമ്മ ഇങ്ങനെ ഇവിടെ ഊണ് കഴിക്കാതെ അച്ഛൻ ദേഷ്യപ്പെട്ടിരിക്കാന്ന് തോന്നുന്നുണ്ട്, നീ ഒന്ന് ചെന്ന് ചാച്ചനെ വിളിച്ചോണ്ട് വാ. അപ്പൊ നമ്മൾ പോയി പതുക്കെ ചാച്ച അമ്മ വിളിക്കുന്നുണ്ട് ചോറിന്, ഞാനല്ല, മനസ്സിലായോ, എന്നെ അവിടെ ഒഴിവാക്കി അമ്മയ്ക്ക് സാന്നിധ്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ സാർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. വീണ്ടും സാറ് പറഞ്ഞു അഡൽട്ട്. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ കൃത്യമായ ഭാവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അറിവ്, മെച്യൂരിറ്റി, മറ്റുള്ളവർ മുമ്പിൽ പ്രകടിപ്പിക്കുവാനും സ്വയം മെച്യൂർഡ് ആകാനുമുള്ള ഒരു സാഹചര്യം. അത് നമുക്ക് കിട്ടുന്നത് നമ്മുടെ പാരൻസിൽ നിന്നാണ്, സമൂഹത്തിൽ നിന്നാണ്. അവിടെ നമ്മൾ സ്വയം ചർച്ച ചെയ്യുകയാണ് ഉള്ളിൽ, ഇതിലേതാണ് ശരി കണ്ടുപിടിച്ച ശേഷമാണ് നമ്മൾ പ്രവർത്തിക്കാൻ പോകുന്നത്. ചിലപ്പോഴൊക്കെ നമുക്ക് താളം തെറ്റും. അവിടെ പ്രവൃത്തി മോശമായി വരുമ്പോൾ വേണ്ടായിരുന്നു, ശരിയും കൂടെ ഒന്ന് ആലോചിച്ചെങ്കിൽ അത് ഞാൻ ചെയ്യില്ലായിരുന്നു, മാനുഷികമായ ചിന്തകളിലൂടെയാണ്. പിന്നെ സാറ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം,
നമുക്ക് എന്തും കിട്ടുന്നത് പാരന്റിൽ നിന്നുള്ള ഒരു ഔട്ടേൺ ആണ്. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു 5 കൊച്ചുകുട്ടികളുണ്ട്. അവരൊക്കെ മൂത്തവൻ എന്ത് കാണിക്കുന്നു, അവരുടെ അമ്മ എന്താണോ കാണിക്കുന്നത് അത് അതേപടി പകർത്താനുള്ള ഒരു ചിന്തയാണ് അവർക്കുള്ളത്. പലപ്പോഴും മൂത്ത കുട്ടി മറ്റു 4 പേരെ പിടിച്ചിട്ട് അധ്യാപകനാവും, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ അവൾ അധ്യാപികയാകും. ആ സ്കൂളിൽ അവരെന്താണോ കാണുന്നത് അതിവിടെ കൊണ്ട് പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവും. അപ്പോ സാറ് അടുത്ത ക്ലാസ്സിൽ ചൈൽഡിനെ കുറിച്ച് രസകരമായ കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഞാനത് കൈവയ്ക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ ഈ ചൈൽഡിന് കിട്ടുന്നത് പാരന്റിൽ നിന്നാണ് എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക. പാരന്റായി പ്രവർത്തിക്കുന്ന നമ്മൾ നമ്മുടെ പ്രവൃത്തി കുറച്ചൊന്ന് പിടിച്ച് ഇമ്മീഡിയറ്റ് ഇമോഷൻസിനെ ആക്ഷൻ ആക്കാതിരിക്കുക. അതാണ് എനിക്കിതിൽ നിന്ന് കിട്ടിയ ഒരു പാഠം. നമ്മളെല്ലാം പെട്ടെന്ന് മൂവ് ചെയ്യുന്നവരാണ്. അങ്ങനെ മൂവ് ചെയ്താൽ സാറ് പറഞ്ഞു ഒരു ഇടവേള, ഒരു 2 മിനിറ്റ് മതി. ആ 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫീലിങ്സിന്റെ അളവ് കുറയും. നാം കണ്ടത്, നാം കേട്ടത്, അതിന്റെ തീവ്രത കുറയും. അങ്ങനെ കുറഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് അഡൽട്ട് എന്ന ഭാവത്തിൽ പിടിച്ചു നിൽക്കും. ഓക്കെ സാർ, നന്നായിരുന്നു. താങ്ക് യു വെരി മച്ച്. സാറേ ഓക്കെ. അമർജ്യോതി മാം പറയും. താങ്ക് യു സാർ. സാറ് പറഞ്ഞ പ്രകാരം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കാൻ, എൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഞങ്ങൾ 6 മക്കളാണ്. പക്ഷെ അച്ഛൻ സ്ട്രിക്റ്റ് ആയത് ഞങ്ങളിൽ പകുതി ആൾക്കാരും അച്ഛന്റെ സ്ട്രിക്ട്നെസ്സിനെ ഭയങ്കര മാനസികമായിട്ട് എതിർത്ത ആൾക്കാരാണ്. അതേസമയത്ത് എല്ലാവരും എതിർത്താണ്. പക്ഷെങ്കിൽ എൻ്റെ അനിയനൊക്കെ ഒരനിയ അച്ഛന്റെ റിപ്ലിക്ക്, അവൻ മക്കളോട് പെരുമാറുന്നത് അച്ഛൻ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ പെരുമാറും. ഞങ്ങളൊക്കെ വളരെ ലീനിയന്റ്. അച്ഛൻ എനിക്ക് എപ്പോഴും എന്റെ മനസ്സിലായും ഞാനൊന്നും അനുഭവിച്ച മാതിരിയുള്ള അങ്ങനെയുള്ള ആ സമ്മർദ്ദം എന്റെ മക്കൾ അനുഭവിക്കുന്ന ചെറുപ്പത്തിൽ എപ്പോഴും എല്ലാവരും എന്നോട് നീ എന്തൊരു ലീനിയന്റാന്ന് പറയുന്നു. പക്ഷെ അതുകൊണ്ടായിരുന്നു എന്റെ അമ്മ വളരെ ലീനിയന്റ് ആണ്. ഞാനൊക്കെ അമ്മേന്റെ റിപ്ലിക്ക. അമ്മ എന്തൊക്കെയാണോ ചെയ്തത്, അമ്മ ഗസ്റ്റ് വന്നാൽ എങ്ങനെയൊക്കെയാണോ കൊടുക്കാറുള്ളത്, അതൊക്കെ തന്നെ അമ്മ ഒന്നും പറഞ്ഞു തന്നില്ല. പക്ഷെ അമ്മ ചെയ്യുന്ന കണ്ടത് ആ മനസ്സിലവിടെ പതിഞ്ഞിട്ട് അത് തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. എല്ലാ പെൺകുട്ടികളും കറക്റ്റാണ്. നമ്മളെ പാരന്റ്സ് നമ്മളെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ സാറ് പറഞ്ഞത് ശരിയാണ്. നമ്മളെ വ്യക്തിത്വം, നമ്മളൊരു വലിയൊരു വ്യക്തി ആകുമ്പോൾ നമുക്ക് ഏതാണ് ശരി തെറ്റെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അങ്ങനെ ഒരു തിരിച്ചറിവ് അത് കാലാകാലത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ഈ പറയുന്ന ഒരു സാധാരണക്കാരന്റെ മനഃശാസ്ത്രത്തിന്റെ ഈ തലങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ നിൽക്കുന്ന പൊസിഷൻ എവിടെയാണ്. അത് കറക്റ്റ് ചെയ്യാൻ എളുപ്പമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്ഷൻ എപ്പോഴും വരുന്ന എപ്പോഴാണ് നമ്മൾ കറക്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് മറ്റുള്ളവർ കറക്റ്റ് ആകുന്നത്. അത് നമ്മൾ കറക്റ്റ് ചെയ്യുക. അതിനുശേഷം ആ വ്യത്യാസത്തിലൂടെ മറ്റുള്ളവരെയും കൂടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അല്ലാതെ മറ്റുള്ളവരെ മാറണമെന്ന് പറഞ്ഞ് നമുക്ക് ശടിക്കാനൊന്നും പറ്റത്തില്ല. അല്ല, അപ്പൊ ഇത്രയും മനോഹരമായിട്ട് ഈ സിസ്റ്റത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു ടൂള് ഞാൻ പഠിച്ചിട്ടില്ല. ശരിയാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. പിന്നെ നമ്മുടെ പ്രശ്നത്തെ നമ്മൾ അനലൈസ് ചെയ്യാൻ തയ്യാറാകണം. ഇന്നത്തെ ആളുകളുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ പ്രശ്നം നമ്മൾ അംഗീകരിക്കുക. നമുക്ക് പ്രശ്നമില്ല, ഉള്ളതായിട്ട് മറ്റുള്ളവർക്കാണെന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടിയാണ് നമ്മൾ പോകുന്നത്, അല്ലേ? നമുക്ക് എന്താ പ്രശ്നം, ഞാൻ പെർഫെക്റ്റ് ആണ്. അങ്ങനെ ഒരിക്കലും പ്രശ്നം സോൾവ് ആകത്തില്ല. അതുകൊണ്ടാണ് എപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത്. നമ്മൾക്കൊരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലത്തെ നമ്മളിപ്പോൾ ഒത്തിരി പേര് കൗൺസിലിംഗ് വരുമ്പോഴത്തേക്ക് അവർ പറയുന്നത് പെട്ടെന്ന് ഇത് മാറ്റണം. എത്ര വർഷം കൊണ്ടാണ് ഈ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്തത്? എത്രയോ വർഷങ്ങൾ കൊണ്ട്. ഒരു ദിവസം പോലെ ഒരു സ്വിച്ച് ഓവർ നടക്കാൻ പറ്റുമോ? അത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം ആദ്യം നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, നമ്മളിപ്പോൾ ഈ പറയുന്ന ഒരു പ്രോബ്ലത്തിന്റെ കീഴിൽ കിടന്ന് അലയുകയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു അവയർനെസ്സിന് തലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രിഗറുകളിലൂടെ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ചേഞ്ച് ചെയ്താൽ മാത്രമേ
മാറ്റമുള്ളൂ. പെട്ടെന്ന് ആകത്തില്ല ഒരിക്കലും. പെട്ടെന്നാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെറാപ്പികളും നടക്കത്തില്ല. അത് പ്രശ്നം ഉണ്ടാകും. കാരണം ആ 10, 40, 30 വർഷം കൊണ്ട് നമ്മൾ ഉപയോഗിച്ച ഈ സിസ്റ്റത്തെയാണ് പെട്ടെന്ന് മാറ്റുന്നത്. അത് ഇത്ര എളുപ്പമാണ്. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു മാം. ജ്യോതികുമാർ സർ. ഞാൻ നമ്മളെ മേഡം പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്യണേ. കാരണം എൻ്റെ അച്ഛനും അതേപോലെ തന്നെ ഒരു വല്ലാത്ത നല്ല സ്നേഹമൊക്കെ തന്നെ, പക്ഷെ അതേ സമയത്ത് ദേഷ്യം വന്നാൽ പെടാന്ന് പറഞ്ഞ് പിളയാണ്. ബെൽറ്റ് അഴിച്ചിട്ട് അടിക്കാറുണ്ട് സത്യ ചെറുപ്രായത്തിൽ. ഓ, പേടിയായിരുന്നു. പക്ഷെ പിന്നീട് കാലം കൊണ്ട് ഞാനല്ല മാറിയത്, അച്ഛൻ തന്നെ മാറിയിട്ട് വളരെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായി മാറുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടില്ല. സത്യം പറയാൻ വളരെ അടുത്ത സുഹൃത്തായി പോയി പിന്നീട് വലുതായി വലുതായി വന്നപ്പോൾ. കാരണം ഞാൻ മൂത്ത ആളാണ്. പിന്നെ വേറെയും താഴെ കുറെ കുട്ടികളുണ്ട്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ പഠിച്ചു, ഇങ്ങനെ ജോലിയായി, പിന്നെ അങ്ങനെ കല്യാണം, അങ്ങനെ അങ്ങനെ മാറുന്ന ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അച്ഛനൊക്കെ വളരെ നല്ലൊരു ഫ്രണ്ട്ലി ഇതിലേക്ക് അങ്ങ് മാറുകയാണ്. പക്ഷെ എങ്കിലും നേരത്തെ നമ്മളെ സാബു സാർ പറഞ്ഞ പോലെ 10-40 കൊല്ലം കൊണ്ട് നമ്മളെ മനസ്സിലുണ്ടായ സാധനങ്ങൾ മാറ്റിയെടുക്കാൻ വലിയ വലിയ പ്രയാസമാണ്. പലതും നമുക്കറിയാം. അറിഞ്ഞാലും ആ നേരത്തെ പറഞ്ഞ ട്രിഗർ എന്ന് പറഞ്ഞ പോലെ ഒരു ദേഷ്യം വരുന്ന സമയത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് വീണ്ടും എല്ലാം പോയി. അതുവരെ മനസ്സിലാക്കിയെല്ലാം പോയി പ്രതികരിക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് സംസാരിക്കുന്ന ഒരവസ്ഥ വരിക. അപ്പൊ ആ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമാവും. ഇത് നടന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ എങ്കിലും ഇതുപോലുള്ള ക്ലാസ്സുകളിലൂടെ കുറേ ക്ഷമ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. കുറേയൊക്കെ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതെ, അതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. പക്ഷെ നല്ല അവതരണ ശൈലിയിലുള്ള ശരിക്കും ഒരു അധ്യാപകന്റെ എന്താ പറയണ്ട റോളിൽ തിളങ്ങിയെന്ന് ഞാൻ പറയും. കാരണം ഏതൊരാളിനും മനസ്സിലാവത്തക്ക രീതിയിൽ, ഇല്ലേ ഉലകനാൻ സാർ, ഉലകനാൻ സാറിനെയും കൂടി വെട്ടിക്കത്തക്ക രീതിയിൽ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സാറേ. ആ കാരണം അങ്ങനെയല്ല, ഉലകനാൻ സാർ അതുപോലെ തന്നെയാണ്, വളരെ ഗംഭീരമായിട്ടല്ലേ എടുക്കുന്നത്, ഏതൊരു കോമൺ മാനും മനസ്സിലാവത്തക്ക രീതിയിൽ. പക്ഷെ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ സാർ, നമ്മൾ ഈ പറയും. ജീനിനെ പറ്റി പറയാറുണ്ടല്ലോ പൊതുവെ. ഇപ്പൊ ടി എ ആണെങ്കിലും ജീനില് നമ്മൾ പറയാറില്ലേ, അച്ഛന്റെയും അമ്മയുടെയും അല്ല, അതിന്റെ തൊട്ട മുമ്പിലത്തെ തലമുറയുടെ ആ ഒരു ജീനിന്റെ ഭാഗങ്ങൾ നമ്മളിൽ ഉണ്ടാവുന്നല്ലേ പറയുന്ന. അത് തീർച്ചയായിട്ടും സാർ. അത് മൂന്ന് സ്വഭാവത്തെയും തലമുറ സ്വാധീനിക്കില്ലേ? സ്വ- ഈ ഫാമിലി തെറാപ്പിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവർ പറയുന്നത് ജീനോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. ജീനോഗ്രാം എന്ന് പറയും. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, 3 തലമുറകൾ പുറകിലുള്ള ആ പാരമ്പര്യം മുഴുവൻ നമ്മളൊരു കേസ് ഹിസ്റ്ററി പോലെ നമ്മൾ കീപ്പ് ചെയ്യും. ശരിക്കും നമ്മളിവിടെ തന്നെ ഫാമിലി തെറാപ്പി, വിദേശങ്ങളിലൊക്കെ ഫാമിലി തെറാപ്പി എന്ന് വെച്ചാൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് ചെയ്യുന്നവർ, സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. അവർ 3 തലമുറ, അത് സത്യത്തിൽ ഇത് തുടങ്ങുന്നത് തന്നെ ഈ സിസോഫ്രീനിയ പോലെയുള്ള സ്വഭാവവിശേഷങ്ങളുള്ള വ്യക്തികളുടെ കുടുംബത്തിന് വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഏതൊരു ഫാമിലിയിലെ മെമ്പേഴ്സിനെയും ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ വലിയ പാടാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ ചരിത്രം, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ 3 തലമുറകൾ പുറകിലുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് സ്കോർ ചെയ്യുക. അവരുടെ അസുഖങ്ങൾ, അവരുടെ സ്വഭാവവിശേഷങ്ങൾ. അപ്പം ജനറ്റിക്കലായിട്ട് തീർച്ചയായിട്ടും ഒരു ടേക്ക് ഓവർ ഉണ്ട്, ഒരു ട്രാൻസിഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ ഈ പറയുന്നതൊന്നും ജനറ്റിക്കൽ തലമല്ല. ഇതെല്ലാം നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും വന്ന എക്സ്പീരിയൻഷ്യൽ തലമാണ്. ഇത് കോപ്പിയിങ് കണ്ടിട്ടുള്ള ആണ് അല്ലേ? എക്സ്പീരിയൻസ്, ശരിക്കും കോപ്പിയിങ് ആണ് അല്ലേ? കോപ്പിംഗ് കോപ്പിയിങ് ആണ്. കോപ്പിംഗ് ബിഹേവിയർ തന്നെയാണ് അത്. ഈ പറയുന്ന ഓക്കെ. 3 തരത്തിൽ പാരന്റ് ഫിഗറിൽ നിന്നാകാം, അല്ലെങ്കിൽ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ നോളജ് എന്ന് വെച്ചാൽ എന്ത് കണ്ടാലും കുട്ടിയുടെ പെർസ്പെക്റ്റീവിലേക്ക് എടുക്കുന്ന വേറൊരു അതാണ് ചൈൽഡ് എന്ന് പറയുന്നത്. അഡൽട്ട് എന്ന് വെച്ചാൽ ഹിയർ ആൻഡ് നൗ, ഈ നിമിഷം, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, പ്രശ്നമൊക്കെ മനസ്സിലായി, ഇന്നലെയുണ്ട് നാളെയുണ്ട്, ഈ നിമിഷം എന്ത് ചെയ്യണം. അപ്പോൾ ഈ നിമിഷത്തിലേക്ക് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് വന്നാൽ നമുക്ക് കാര്യങ്ങളെ കൂടുതൽ ചെയ്യാം. പക്ഷെ അത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണോ? അത്ര എളുപ്പമൊന്നുമല്ല. അതൊരു സിദ്ധിയാണ് അല്ലേ. നമ്മൾ അത് അതെ, പ്രായമുള്ളവരിൽ കാണുന്ന ഒരു ശരിയാണ്. സിദ്ധിയാണെന്ന് പറയാം. അതെ, അതെ. കൊച്ചു കുട്ടികൾ ആരെങ്കിലും മൈൻഡ്ഫുൾനെസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് അത് തിരിച്ചറിയുന്നത്. പക്ഷെ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യും ഇപ്പോൾ. കാരണം നമ്മൾ മറ്റൊരു എന്താ പറയുക, തേർഡ് ജനറേഷന്റെ ഒരു തലത്തിലാണ് നിൽക്കുന്നത് അല്ലേ. ഇപ്പൊ അടുത്ത് ജോബ് സാർ. സാർ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ അറിയില്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവര് കൗൺസിലേഴ്സ് ആയിരുന്നു. ഉദയനൻ സാർ കണ്ടിട്ടുണ്ടാവും. കൗൺസിലേഴ്സ് ആയിരുന്നു രണ്ടുപേരും. ഗംഭീരമായിട്ട് നമ്മളെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നവരാ. അപ്പൊ അവസാനം അവര് പലപ്പോഴും ഇങ്ങനെ എല്ലാ ക്ലാസ്സിലും ചോദിക്കും, നിങ്ങൾ ഭാര്യനെ കെട്ടിപ്പിടിച്ച് ചുമ കൊടുത്തിട്ട് എത്ര കാലമായി, ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു കൊടുത്ത്. അവസാനം എന്താ ഇപ്പൊ അടുത്ത് നോക്കുമ്പോ ഒരു തലയിൽ ഒരു കെട്ടൊക്കെ ആയിട്ടാണ് അയാള്. അപ്പൊ എന്ത് പറ്റി സാറേ എന്ന് വെച്ചു.
അതൊക്കെ അത് വേറെ കളികളാ, ആ, നമുക്കത് ചർച്ച ആ. ചെയ്ത പ്രശ്നമായി പോകും. അല്ലല്ല, ഞാൻ അതിനെ ചർച്ച ചെയ്യുന്നതല്ലേ. അപ്പൊ ഇത്രയും ഇവര് ഈ ലെവലിൽ എത്തിയവർ പോലും ആ പറഞ്ഞില്ലേ സാർ, ആ ഒരു ട്രാൻസ്ഫോർമേഷന് ആവുന്നില്ല. സാറേ, അത് ഘട്ടങ്ങൾ. അവിടെയാണ് ഈ ഈഗോ സ്റ്റേറ്റിന്റെ പ്രത്യേകത. ഏത് സമയത്തും ഈ സാധനം തെറ്റാം. തെറ്റാതെ പിടിച്ചു നിർത്താനുള്ള ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം അവിടെ ഈ സാറ് പറഞ്ഞ സന്ദർഭത്തിന് തൊട്ട് മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് നടക്കുന്നില്ല. കുറേ ബാക്ക് ഇവന്റ്സ് കാണും. പതുക്കെ പതുക്കെ ചേഞ്ച് ഓവർ ചെയ്യുന്ന, കറക്റ്റായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റാത്ത അതെല്ലാം ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ പ്രഷർ കുക്കർ വാൽവ് അടിച്ചു പോകുന്ന പോലെ ഒരു പോക്കങ്ങും. അപ്പൊ നമ്മളെ റിയാലിറ്റിയിൽ അതാ കാണുന്നതിന്റെ ബാക്ക് സൈഡ് ഒന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ അവസാനം പറഞ്ഞ ആ ഒരു രൂപം മാത്രമേ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ജോർജ് സാറേ പറ. താങ്ക് ഓക്കെ, യു സർ. താങ്ക് യു. വലിയ ഓർമ്മപ്പെടുത്തലുകളൊക്കെ വീണ്ടും വീണ്ടും വന്നു. ഒന്നോടെ രാഗി മൂർച്ച കൂട്ടാൻ ഇതാ തട്ടി ഉണർത്തിയിട്ട് ഇത് ഒന്ന് ശ്രദ്ധിച്ച്. ഇപ്പൊ സാറ് പറഞ്ഞല്ലേ ഇത്രയൊക്കെ പഠിച്ച കൗൺസിലർമാരുടെ ഇടയിലെ പ്രശ്നമാണെന്നാണ്. സാറേ, കാർഡിയോളജിസ്റ്റ് ആണ് എത്ര പേരുടെ ബൈപ്പാസ് ചെയ്ത ഡോക്ടേഴ്സിനും അറ്റാക്ക് വരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നാലും പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് കരുതാമല്ലോ. വീണ്ടും വീണ്ടും പെർഫെക്ഷന് വേണ്ടി ശ്രമിക്കാമെന്നേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാല് ഇത് ഈ പേരന്റ് ഈഗോയിൽ വന്നു കയറിയ മൂല്യബോധങ്ങളുണ്ടല്ലോ, അന്നത്തെ ശരികളെല്ലാം ഇന്ന് ശരിയാക്കാനായിട്ട് നിർബന്ധിക്കപ്പെടുക. ഇപ്പൊ അച്ഛൻ അന്ന് അടിച്ച കാര്യം ഇപ്പൊ ഇവിടെ രണ്ടുപേര് പറഞ്ഞു. അച്ഛൻ അന്ന് ചെയ്തത് അപ്പാടെ ശരിയാ, 100% ശരിയാ. അന്നത്തെ തലമുറയോട് പറഞ്ഞ ഒന്നുള്ളതിനെ ഉലക്കൊക്കെ അടിക്കണം. ആ മൂല്യബോധം അവരെ എങ്ങനെ പിടിച്ച് നിയന്ത്രിക്കുക? അവര് പിന്നെ അടിക്കാതിരിക്കുവോ? എന്റെ നന്നാവാൻ വേണ്ടിയാ അടിച്ച, ഒലക്കൊക്കെ അടിച്ചത്, ചാവാൻ വേണ്ടിയല്ല. അതുകൊണ്ടല്ലേ ഇത്രയും നന്നായതെന്ന് നമുക്കിപ്പോ അറിയാമല്ലോ. കറക്റ്റാണ്. അപ്പൊ അന്നത്തെ ശരികളെ അവര് പുൽകിയിരുന്നു. അവനെ കെട്ടിപ്പിടിച്ച് അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ കാലം മാറി. ഇന്ന് ആ ശരി നമ്മളെടുത്ത് ഉപയോഗിക്കാറില്ല. നമ്മുടെ അഡൾട്ട് മാറി, കാലത്തിനൊത്ത് മാറി. ചുവരെഴുത്തുകൾ മാറുന്നത് പോലെ കാലത്തിനൊത്ത് നമ്മുടെ അഡൾട്ട് മാറി. നമ്മുടെ അഡൾട്ടിൽ നമ്മൾ വേറൊരെണ്ണുള്ളതിന് അയ്യോ, പിന്നെ ആ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മുകളിൽ വെച്ചാൽ എലി എടുക്കും, താഴെ വെച്ചാൽ ഉറുമ്പിടിക്കും, എങ്ങും വയ്ക്കാൻ പറ്റാതെ നമ്മൾ കൊണ്ടുപോയി കിടക്കും. അപ്പൊ ഇത് വല്ലാത്തൊരു ഒരു 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 പ്രതിഭാസമാണ്. അടുത്തറിയുന്നവരും ചിരിക്കും. നമ്മളെ നോക്കിയിട്ട് എന്തൊരു ജോക്കറുടെ വേഷം ചിലപ്പോഴൊക്കെ നമ്മൾ കെട്ടണേ, എന്ത് വിട്ടുതരാ ചെയ്തത് പറഞ്ഞത് ഒക്കെ നമുക്ക് തന്നെ തോന്നാനും തിരിച്ചറിയാനും ഒക്കെ സാധിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ ഈ ടീയുടെ ഇത് ആദ്യ കാലങ്ങളിൽ പഠിച്ചപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഒത്തിരി ചിരിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ചെയ്തികളും എൻ്റെ വാക്കുകളും ഒക്കെ ഓർക്കും. പിന്നെ നമ്മൾ കൂടുതൽ ചെറിയാൻ വരുന്നവരെയും നമ്മൾ ചിലപ്പോൾ ചില കുസൃതികളൊക്കെ കാണിക്കുന്നവരെയും ഒക്കെ ഇങ്ങനെ എടുത്ത് രസിക്കും. നല്ല രസമാണ് ഇത്. വിനോദത്തിന് പറ്റിയ ഒരു ഉപകരണം കൂടിയാണ്. ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നതും പോരായ്മകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതും ആ വ്യക്തിയിലെ ആ കാര്യത്തിൽ, ആ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ആ സംഭാഷണത്തിൽ അയാൾ ഇത്ര നേരം 1 മണിക്കൂർ സംസാരിച്ചിട്ട് ഒരു വാക്കിൽ എന്തോ പ്രശ്നം വന്നു എന്ന് പറഞ്ഞ് കുറ്റം പറയാൻ, അല്ലെങ്കിൽ ഒരു സദ്യ ഉണ്ടിട്ട് ഒരു കറിയുടെ പോരായ്മ കുറ്റം നോക്കി നടക്കുന്നവരൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇത് എവിടെ നിന്ന് തുടങ്ങി? അന്നേ കിട്ടി വെച്ചേക്കണ ഒരു വിത്ത അവസരം കിട്ടിയപ്പോൾ അത് മുളയിട്ടു, അത്ര തന്നെ. അതുപോലെ കുറ്റപ്പെടുത്തലുകൾ അങ്ങനെ സൂക്ഷ്മമായിട്ട് 99 മാർക്കായിട്ട് വരുന്നവരോട് 1 മാർക്ക് അന്വേഷിക്കുന്ന പേരൻസ് ഇല്ല ഇപ്പോഴും. ആ 99 കിട്ടിയത് കാണാൻ പറ്റാതെയാണ്. അതോ റിജിഡാ. അവിടെ കയറി കളിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടറിലെ അഡൽട്ട് ഇപ്പോൾ ഈ നിമിഷം ഏറ്റവും ശരിയായ തീരുമാനം, ഏറ്റവും പക്വതയുള്ളത് ആർജിച്ച് എല്ലാത്തിനെയും ഇവനെ മുഷിപ്പിക്കാതെ തന്നെ, പേരനെ മുഷിപ്പിക്കാതെ തന്നെ ട്യൂൺ ചെയ്ത് കാര്യങ്ങൾ സുഗമമാക്കും. നല്ല നല്ല രസകരമായ ഒത്തിരി ഓർമ്മപ്പെടുത്തലുകൾ കിട്ടി. സാറേ, ഒത്തിരി സന്തോഷം. അടുത്ത ആഴ്ച വീണ്ടും കാണാം, വീണ്ടും കാത്തിരിക്കും. താങ്ക് യു സർ. ഓക്കെ, തീർച്ചയായും. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ബിന്ദു മാം, മാത്യു സാർ, ഐഫോൺ. ഓക്കെ ഓക്കെ എങ്ങനെയാണെങ്കിൽ നമുക്ക് നാളത്തെ ദിവസം കരിയർ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് ബിന്ദു മാം പറയും. ഓക്കെ സർ, വളരെ നന്നായിട്ടുണ്ട്. പലരെയും പഠിക്കാൻ സാധിക്കും അല്ലെ? അവരേത് സ്റ്റേജിലാണോ നമ്മളൊക്കെ നമുക്ക് പഠിക്കാനും, ഓരോരുത്തർ ഏത് സ്റ്റേജിലാന്നൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും ഇത് വെച്ചിട്ട്. ഇനി വേറൊരാൾ നമ്മളോട് പെരുമാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവോ ഇതാണ് ഇയാളുടെ കുഴപ്പം അല്ലെ? നമുക്ക് ചിലപ്പോ വിഷമം തോന്നും, ഇയാളെന്താ ഇങ്ങനെ പെരുമാറുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മളും പെരുമാറ്റത്തില് കുറെ
പക്വത വരുത്താനും ഒക്കെ ശ്രമിക്കും. പക്ഷെ അച്ഛന്റെ അമ്മേന്റെയും മാത്രം എടുക്കുന്നതാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, അന്ന് അവര് ചെയ്തത് അത്ര ശരിയായില്ലല്ലോ, അപ്പൊ ആ രീതിയിലോട്ട് പോണ്ട എന്ന് നമുക്ക് തന്നെ, എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അന്ന് ചെയ്തത് ശരിയല്ല, ചിലപ്പോ അച്ഛനും അമ്മയൊക്കെ പെരുമാറിയത് തന്നെ ചിലപ്പോ നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കുട്ടികളും അങ്ങനെ, അവരും നമ്മളെ നോക്കിയിട്ട് നമ്മൾ ചെയ്ത തെറ്റാണ് അത്, അങ്ങനെ പോണ്ട എന്നുള്ളത് അവരും ചിന്തിക്കുന്നുണ്ട് സാറേ. അതെ. ഇപ്പൊ പണ്ട് നമ്മൾ ചെയ്ത അങ്ങനെയല്ല, അപ്പൊ അങ്ങനെയല്ല എന്ന് അവർ നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കും ചിലപ്പോ കുട്ടികൾ. അത് ശരിയല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. പല കാര്യങ്ങളും എന്റെ മോനൊക്കെ കുറച്ചും കൂടി നമ്മളെക്കാട്ടും ഒരുപാട് പക്വതയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്റെ മോന്റെ സംസാരവും എല്ലാം അതൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല പക്വതയില്ല അവൻ സംസാരിക്കലും അതിന്റെ രീതികളും പ്രോബ്ലം അനലൈസ് ചെയ്യലും സോൾവ് ചെയ്യലും ഒക്കെ തന്നെ നല്ലൊരു പക്വതയിലാണ്. കുറെ കാര്യം നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല എന്നൊക്കെയുള്ള പോലെ നല്ല. അതുപോലെ തന്നെ തെറ്റ് ചെയ്യുന്നവര് കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല, മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് ഞാൻ അത്രയൊന്നും ചെയ്യുന്നില്ലല്ലോ, അവരത്രയും ചെയ്യുന്നുണ്ട്, അതൊരു ശരിയല്ല. ശരിക്കും അവര് തന്നെ മനസ്സിലാക്കി മാറണം അല്ലെ, ഞാൻ ചെയ്യുന്ന തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കി പറയണം അവര് തന്നെ. അതിനു പകരം കൂടുതൽ തെറ്റ് ചെയ്യുന്നവരെ കാണിച്ചിട്ട് പറയും അവരത്രയും ചെയ്യുന്നുണ്ട്, ഞാൻ അത്രയൊന്നും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയാണ് അവര് സമാധാനിക്കുക. ചിലവരൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ. ഏകദേശം ഇതൊക്കെ നമുക്ക് കുറെ കാര്യം പഠിക്കാൻ സാധിച്ചു സാറേ. വളരെ നന്നായിട്ടുണ്ടായിരുന്നു ക്ലാസ്, വളരെ നന്നായി. അല്ല, അതായത് നമ്മൾ മാറ്റം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, അതാണ് മനുഷ്യൻ അല്ലേ, ഒരു ജീവി. അതെ ഇത്രമാത്രം മാറ്റം അതെ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പം നമ്മുടെ അച്ഛൻ അങ്ങനെയായിരുന്നു, അമ്മ അങ്ങനെയായിരുന്നു, അച്ഛനും അമ്മയും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയതെന്നൊന്നും പറയാനുള്ള ഏ, ഒരു ആവശ്യം നമുക്കില്ല. ഇല്ല. അതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ഉം. അതന്നെ. അപ്പൊ അതിനെ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേജിൽ ഉൾക്കൊള്ളാൻ കൂടെ. നമ്മൾ വിയോജിക്കുമ്പോൾ പോലും നമ്മൾ പറയും, ആരോഗ്യകരമായി വിയോജിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകണം. പറയാം, തെറ്റാണ്, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഈ രീതിയിലല്ല, ഇതിനേക്കാളും അതെ ഗുണം. പക്ഷെ അങ്ങനെ പറയാനുള്ള ആ ഒരു കപ്പാസിറ്റി പോലും പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ ഈ പറയുന്ന ഇമോഷണൽ തലത്തിലേക്ക് പോകും. അതെ പറയാനുള്ളത് അതെ. പറയാതെയാണ് ഇമോഷണൽ പോകുന്നത്. ഉം. അതെ. ചിലര് പറയാനുള്ളത് പറയാൻ സമ്മതിക്കില്ല സാറേ, അതിന്റെ മേലെ നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കും. നമ്മൾ പറയുന്നത് അവർക്ക് കേൾക്കാനുള്ള ക്ഷമ പോലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ് ചിലര് അങ്ങനെയുള്ളവർക്ക് വേറെ വരുന്നത്. ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതെ. ഓക്കെ സാർ. രസകരമാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, ഭയങ്കര രസകരമായ ഒരു അതെ അതെ. നാടകമാണ് അല്ലേ. അതെ അപ്പൊ തന്നെ. നാടകത്തില് നമുക്ക് ഒരു നാടകം കാണുമ്പോൾ അറിയാം ഇവൻ കാണിക്കാൻ പോകുന്നത് എന്താണ്, ആ കഥാപാത്രം എന്ത് കാണിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇത് പഠിച്ചു കഴിയുമ്പോൾ നമ്മളും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ കാണിക്കുന്ന പേരന്റ് ഈഗോ, ഈ ചൈൽഡിന്റെയും പേരന്റിന്റെയും ഒക്കെ സ്വഭാവവിശേഷങ്ങൾ നമുക്ക് നേരത്തെ കാണാൻ സാധിക്കും. പക്ഷെ അതെ അതെ. പലപ്പോഴും ഇതൊക്കെ പഠിച്ചാലും നമ്മൾ ഈ പറയുന്ന പോലെ നെഗറ്റിവിറ്റി പോവും, പക്ഷെ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും, പ്രശ്നം അതെ. സോൾവ് ചെയ്യാൻ പറ്റും. ആ ഉം. ഒരു പ്രശ്നം ഉണ്ടായി, നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, മിസ്റ്റേക്ക് ഉം. ഉണ്ടപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു അവയർനെസ് നിൽക്കുമ്പോൾ പറയും, സോറി, എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു പോയി. ശരി. അപ്പൊ അല്ലെ, ഞാനൊരു അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കണം അല്ലേ സാറേ? എന്റെ ഭാഗത്ത് തെറ്റ് പറ്റി അല്ലെ? അതെ, അതെ, അങ്ങനെ അതെ, പറയാത്ത ആൾക്കാരെ പറയാനുള്ള ഞാൻ ഒരു കപ്പാസിറ്റി നമുക്കുണ്ടാവും. സോ ഇല്ല. സോ എൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് പറ്റി. അത് ഈഗോ കാരണല്ലേ സാറേ ആ പറയാത്തത്? അല്ലേ, ഇല്ല, ഈഗോ അത് അവിടെ ഉള്ളിൽ അത് അവർ നിൽക്കുന്നത് ഒന്നെങ്കിൽ പേരന്റിന്റെ ഈഗോ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഞാനൊരു വെച്ച്. ഉദാഹരണം പറയാം, ഒരു സിമ്പിൾ ഉദാഹരണം. ഞാൻ റെക്കോർഡിങ് നോക്കിയത്